ഒരു സ്ത്രീ, പരിസരത്തുള്ള ഒരു സ്ത്രീ ഈ ആൾക്ക് സ്ഥിരമായി വിളിക്കും. എന്താ ഈ സ്ത്രീ പറയുന്നത്? ഒരാളോട് സൗഹൃദം വെക്കാൻ എൻ്റെ ഭർത്താവ് സമ്മതം തന്നിട്ടുണ്ട്, എൻ്റെ ഭർത്താവ് വളരെ ലോസിലാണ്, ഞാൻ ഇതിലപ്പുറം എനിക്ക് അങ്ങോട്ട് പറയാൻ പറ്റൂല, ഞാൻ ഇതിൻ്റെ ഇബ്രത്തുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ വ്യക്തി നിങ്ങൾക്ക് കാണാം, ആ വ്യക്തി നേരിട്ട് നിങ്ങളോട് പറയും, ഞാൻ എന്താ വേണ്ടത്, കട്ട് ചെയ്തളാം, ഞാൻ പുറത്തേക്ക് പോകണ്ട, വേണമെങ്കിൽ നമ്പർ തന്നെ മാറ്റിക്കളാം, നിങ്ങൾ വിളിക്കണ്ട, നമ്പർ മാറ്റിക്കളാം എന്ന്. ആ വ്യക്തി ഇവിടെ ഉണ്ട്, എന്ന് ഇവിടെ ഉണ്ട്. നമ്മളിവിടുത്തെ ഒരു വിദ്യാർത്ഥി വാപ്പിയുമാണ്, അവൻ അത്യാവശ്യം നിലവാരമുള്ള ആളാണ്, എന്ത് പൈസ ഉണ്ട്. അപ്പോൾ അവൻ്റെ പരിസരത്തുള്ള ഒരു സ്ത്രീ നിരന്തരമായി ഇവനെ വിളിക്കുക, എന്നിട്ട് എന്ത് പറയാ? അങ്ങനെ കൂടുതൽ ആളുകളോട് സൗഹൃദം വെക്കാൻ ഭർത്താവ് സമ്മതിക്കൂല. എന്നാൽ ഒരാളോടൊക്കെ സൗഹൃദം വെക്കണം എനിക്ക് വിരോധമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ മനുഷ്യന്മാർ വലുപ്പത്തിലൊക്കെ എന്തുമലാണ് കുട്ടികളെ എന്തൊക്കെ മുടി കൊണ്ട് കാട്ടുന്നത്. ഒരു മനുഷ്യൻ്റെ സൗന്ദര്യം എന്തുമേൽ കണക്കാക്കും? മുടി. പെണ്ണ് ഒരുത്തരം വൈപ്പുണ്ടെങ്കിൽ തന്നെ അവൻ്റെ മുടി ക്ലിയർ. നമ്മളെ സാധാരണ പഴയ കാലത്തെ ബടിയൊന്നും പഠിച്ചാൽ ഇപ്പോൾ പെണ്ണിട്ടൂല. പെണ്ണുങ്ങൾ ആദ്യം അവൻ്റെ ഫോട്ടോ നോക്കും, അവൻ്റെ ഫോട്ടോത്തിൽ എന്ത് വേണം പറയ കുട്ടി, അവൻ്റെ മുടി ഈ ഭാഗത്തൊക്കെ അങ്ങോട്ട് എന്താവണം, പിന്നെ പഠിച്ച് ഇവിടെ മാത്രം അമേരിക്കൻ പട്ടാളത്തിന് വരും, ഇവിടെ മാത്രമേ മുടിയുള്ളൂ എങ്കിലേ എന്തുള്ളൂ, എന്നാ കാണാൻ വന്നോട്ടെ എന്ന് ആര് പറയണം? ഭർത്താവ് പറയണമെങ്കിൽ, ഭാര്യ പെണ്ണ് പറയണമെങ്കിൽ അവൻ്റെ ഈ ഭാഗത്തൊന്നും എന്തുണ്ടായത്? ലാവണ്യം കേശധാരണം, അവൻ്റെ മുടിക്കനുസരിച്ചായിരിക്കും അവൻ്റെ സൗന്ദര്യം. വ്യവഹാരിക സ്ത്രീകളായിരിക്കും പ്രധാനപ്പെട്ട ബിസിനസ്മാൻമാർ. ബിസിനസ് ആരിലേക്ക് നീളും? സ്ത്രീകളിലേക്ക് നീളും എന്ന് എവിടെയും എന്ന്. മായൈവ വ്യവഹാരികേ, മായൈവ വ്യവഹാരികേ, വ്യവഹാരത്തിൽ മായയായിരിക്കും, അതായത് ചതി, വഞ്ചന. അതാണ് എന്തിൻ്റെ അടിസ്ഥാനമാവുക? ലോകാവസാനം വരുമ്പോൾ കച്ചവടത്തിൻ്റെ അടിസ്ഥാനം ചതിയായിരിക്കും. സ്ത്രീകൾ പങ്കാളികളാവും എന്ന്. ഇതൊക്കെ ഉപരിപ്ലവമായ ആകർഷണം കൊണ്ട് ഹിന്ദു പണ്ഡിതന്മാരുടെ വ്യാഖ്യാനം, ഉപരിപ്ലവമായ ആകർഷണം കൊണ്ട് മാത്രം സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ച് ജീവിക്കും. ഉപരിപ്ലവമായ ആകർഷണം കൊണ്ട് മാത്രം സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ച് ജീവിക്കും, അതാണ് ലിവിങ് ടുഗദർ എന്ന്. സമയം കുറഞ്ഞോട് ഞാൻ ഓടുക. ഏവം പരികുലേ ലോകേ മര്യാദാന ഭവിഷ്യതി നസ്യാന്തേ പരദേശേ ശിഷ്യ വിപ്രിയകാരിണ. അതായത് പഠിച്ചാലും മര്യാദ പഠിക്കില്ല. ഒരു ശിഷ്യനെയും മര്യാദയുള്ളവനായി ലോകാവസാനമാകുമ്പോൾ കാണപ്പെടില്ല. ഇന്ന് കുട്ടികൾ പഠിക്കൽ അവരുടെ ഭാവിയാണ്, പക്ഷെ അവർക്ക് എന്തില്ല? മര്യാദയില്ല. ചില വാക്യങ്ങളിലുണ്ട്, ഗുരുവേ ഉണ്ടാവില്ല, പഠിപ്പിക്കുന്നവനേ ഉണ്ടാവും, ആരുണ്ടാവില്ല. അത് സത്യമല്ലേ? ഇന്നിപ്പോൾ നമ്മളെ കുട്ടികൾ നല്ല ശതമാനം പഠിക്കുന്നത് എവിടുന്നാണ്? ഓൺലൈൻ തന്നെ. അത് ഗുരു അല്ലല്ലോ, അല്ലെ? സത്യമല്ലേ? ഒരു ഓപ്പൺ സോഴ്സ് അങ്ങനല്ലേ? അങ്ങനെ പഠിക്കുകയാണില്ല. അത് ആരല്ല, ഒരു പഠിപ്പിക്കുന്ന ആൾ. ഇവർ തമ്മിലൊരു വ്യത്യാസം ഉണ്ടാവില്ല, ഒരു ഒന്നും ഉണ്ടാവില്ല. ഏകലവ്യൻ എന്ത് ചെയ്തു? ദ്രോണാചാര്യ കണ്ടപ്പോ എന്ത് ചെയ്തു? വെള്ളം മുറിച്ചു കൊടുത്തു. ഗുരു ദക്ഷിണ തരാമോ? എന്താ ദക്ഷിണ ചോദിക്കണ തരുമെന്ന് വെച്ചു. ഞാൻ എൻ്റെ വലത്തെ കൈയിൻ്റെ തള്ളവിരൽ മുറിച്ചുണ്ടാകും, കൊടുത്തു. അവർണനാണ് ആര്? ഏകലവ്യൻ. ബ്രാഹ്മണനാണ് ആര്? ദ്രോണൻ. അപ്പൊ ദ്രോണന്റെ കളരിയിൽ വന്നപ്പോൾ അവർണനായ ഏകലവ്യന് ശിഷ്യത്വം കൊടുത്തില്ല. അക്കാലത്തെ ഏറ്റവും വലിയ അഭ്യാസിയാണ് ആര്? ദ്രോണ മഹർഷി, ദ്രോണാചാര്യൻ. അപ്പോൾ ദ്രോണാചാര്യരുടെ അഭ്യാസങ്ങളിൽ ആകൃഷ്ടനാണ് ആര്? ഏകലവ്യൻ. ഏകലവ്യനെ ശിഷ്യനാക്കാൻ ദ്രോണനോട് പറഞ്ഞപ്പോൾ ദ്രോണൻ സ്വീകരിച്ചില്ല, കളരിയിൽ നിന്ന് ഒഴിവാക്കി, സ്വീകരിക്കൂലായിരുന്നു. അപ്പോൾ ഏകലവ്യൻ എന്ത് ചെയ്തു? ഒരു ചിത്രം വരച്ചു രൂപത്തിൽ ദ്രോണരുടെ. കാട്ടിൽ പോയി എല്ലാ രാവിലെയും ഈ ചിത്രത്തിൽ നമിക്കും, ഈ തീർത്ഥത്തിൽ പൂമാല ചാർത്തും, ഈ ചിത്രത്തിൽ നമസ്കരിക്കും. എന്നിട്ടാണ് അഭ്യാസം തുടങ്ങുക. അങ്ങനെ ലോകത്തെ ഏറ്റവും വലിയ അഭ്യാസിയായി മാറി ആര്? ഏകലവ്യൻ. കാട്ടിൻ്റെ പ്രാന്തത്തിൽ ഒരാൾ വലിയൊരു അഭ്യാസി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ദ്രോണാചാര്യർ കാണാൻ വന്നപ്പോൾ കാൽക്കൽ വീണു. ഗുരുവോ എന്നെ നമിച്ചാൽ, എന്നെ സ്വീകരിച്ചാലും ഞാനെങ്ങനെ നിന്റെ ഗുരുവാവും? അപ്പോൾ ഏകലവ്യൻ പറഞ്ഞു കൊടുത്തു, ഞാൻ കളരിയിൽ വന്നു, സ്വാമി എന്നെ പുറത്താക്കി, അന്ന് മുതൽ ഞാൻ സ്വാമിയുടെ ചിത്രം വരച്ചു. സ്വാമിയെ നമിച്ചിട്ടല്ലാതെ ഞാനൊരു കളരിയും തുടങ്ങിയിട്ടില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഗുരുദക്ഷിണ സ്വീകരിക്കണം. അപ്പോൾ ദ്രോണൻ എന്ത് പറഞ്ഞു? ചോദിച്ചത് തരുമെന്ന് ചോദിച്ചു. തരും പറഞ്ഞു. വലത്തെ കയ്യിൽ നിന്ന് തള്ളവിരൽ കൊണ്ടായിരുന്നു, അപ്പം മുറിച്ചു കൊടുത്തു. ഇതെന്താ കാരണം? അങ്ങനെ ഒരു അവർണൻ അഭ്യാസിയാകാൻ പാടില്ല. അഭ്യാസത്തിൻ്റെ മർമ്മാണ് എന്ത്? വലത്തെ തള്ളവിരൽ. എന്നാലും കൊടുത്തു. എന്തുകൊണ്ട്? ആരാണിത്? ഗുരുവാണ്. ഏകലവ്യന് അറിയാം എന്ത് ഇത് കൊടുത്താൽ എൻ്റെ അഭ്യാസത്തിന്റെ കഥ അന്നത്തോടെ അവസാനം ചോദിക്കോട്ടെ. എന്നാലും കൊടുത്തു. എന്തുകൊണ്ട്? ഗുരു അതല്ലേ. ദൈവം കഴിഞ്ഞ പിന്നെ അടുത്ത ആളാരാണ്?
ഗുരുവല്ലേ, മനസ്സിലായില്ലേ? ലോകാവസാനം വരുമ്പോൾ എന്തുണ്ടാവില്ല? ഗുരു ഉണ്ടാവില്ല. ഗുരുവിനോടൊരു മര്യാദ ആരും പാലിക്കില്ല, ഒരു മര്യാദയും ഗുരുവിന് കൊടുക്കില്ല. ആയിരിക്കും നമ്മൾ എല്ലാ സ്ഥാപനത്തിനും പ്രശ്നം അതാണ്, മര്യാദ. നമ്മൾ പാകെ അടങ്ങാറാണ്. കുട്ടികൾക്ക് എന്തില്ലാത്തതുകൊണ്ടാണ് മര്യാദ. കുട്ടികൾ മര്യാദ പഠിക്കൂല. തിരിച്ചും ഉണ്ടാവും, തിരിച്ചും അധ്യാപകന്മാരെ തെറ്റുണ്ട്. അധ്യാപകർ അതിൻ്റെ സ്ഥാനത്ത് നിൽക്കൂല. അതുകൊണ്ട് എന്തായാലും കുഴങ്ങി മാറും. ഇതാണ് ഗുരു ശിഷ്യ ബന്ധം. ലോകാവസാനം വരുമ്പോൾ ഉണ്ടാവില്ല, മര്യാദകൾ കുട്ടികൾ പാലിക്കുകയും ഇല്ല. ഇത് സത്യമാണോ? അല്ലേ? 100 വട്ടം സത്യം. ബാപ്പാനോട് ബഹുമാനമില്ല, ഒന്നുമില്ല. ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ കേൾക്കുന്നത്? വനപർവ്വത്തിൽ മഹാഭാരതം കേട്ടോളി. അഥ ദേശാന്തി ശാശ്ചാപി പട്ടനാനി പുരാണിച്ച ക്രമശാഹ സംശയന്തി യോഗാന്തേ പരിപസ്ഥിതേ. ലോകാവസാനം വരുമ്പോൾ ആളുകൾ പട്ടണങ്ങളിലേക്ക് പോകും, വലിയ വലിയ പട്ടണങ്ങളിലേക്ക് പോകും. ഒരു വരിയിലുള്ളത് ബാർദാണ്. അതിൻ്റെ ഒരു വാക്ക്, രണ്ടാമത്തെ ഒരു ശ്ലോകം കൂടി ഒന്നിച്ച് കേട്ടോളൂ. മഹാഭാരതത്തിൽ തന്നെ യോവന്നാ ജനപദ ഗോധു മന്നാസ്ത തൈവച തണ്ടേഷാം ശാശ്രയന്തി യോഗാന്തേ പരിപസ്ഥി. ലോകാവസാനം ആളുകൾ ബാർലി പ്രധാനമായ ഭക്ഷണമുള്ള നാട്ടിലേക്ക് ആളുകൾ കുടിയേറ്റം നടത്തും. മഹാഭാരതം വനപർവ 3-ാം പർവം 158-ാം അധ്യായം ശ്ലോകം 43. ബാർലി പ്രധാനമായ ഭക്ഷണമുള്ള നാട്ടിലേക്ക് കുടിയേറ്റം നടത്തും. ഏതാണ് നാട്? യൂറോപ്പ്. ഇതിപ്പോൾ എന്നാ എഴുതുന്നത്? ഇന്നിപ്പോൾ പ്രശ്നം എന്താണ്? യൂറോപ്യൻ കുടിയേറ്റം. എല്ലാവരും ഒരുങ്ങിയിറക്കണം. എന്ത്? ഞാൻ UK പോവുകയാണ്, ഞാൻ കാനഡയ്ക്ക് സെറ്റാക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണം പറയാം, നമ്മളെ തിരുവനന്തപുരത്ത് നടക്കണം. ഇപ്പോൾ പത്തനംതിട്ട, തിരുവല്ല, കോട്ടയം ഈ ജില്ലകളിൽ ആളില്ല, സ്കൂള് പൂട്ടി. എന്ത് മൈഗ്രേഷൻ? എവിടേക്കാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്? പറമോനെ, യൂറോപ്പിലേക്ക്. ഇതിപ്പോൾ ഇത് മഹാഭാരതത്തിലാണ്. നിങ്ങളിതൊക്കെ എങ്ങനെ തള്ളുക? എന്താ പറഞ്ഞു? നിങ്ങൾക്ക് പറഞ്ഞ എത്ര കൃത്യ. ബാർലി പ്രധാനമായ ഭക്ഷണമുള്ള നാട്ടിലേക്ക് എന്ത് ചെയ്യും? കുടിയേറ്റം നടത്തും, മൈഗ്രേഷൻ. അതേതാണ് നാട്? ബാർലി പ്രധാനമായ ഭക്ഷണ നാടേതാ? യൂറോപ്പ്. നമ്മുടെ നാട്ടിൽ ബാർലി എന്നുള്ള സാധനം ഉണ്ടോ തന്നെ നാട്ടിൽ അറിയില്ല. അപ്പൊ ജനങ്ങൾ മൈഗ്രേറ്റ് ചെയ്യും അങ്ങോട്ട്. അത് സുരക്ഷയെ നോക്കി, പണം, സൗകര്യം, അങ്ങോട്ട് പോകും. സ്വാതന്ത്ര്യം, അതിനൊക്കെ കാരണങ്ങളുണ്ടാവും. കാരണം ഇവിടെ പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. പടച്ചോന്റെ സന്ദേശം കിട്ടുകയാണ് ഇവർക്ക്, അത് എഴുതിയൊക്കെയാണ്. ഏതോ ആള് പുണ്യവാന്മാരായ പടച്ചോന്റെ ആളുകൾ, അവർ മുവഹ്ഹിദീങ്ങളായിരിക്കും. ചിലപ്പോൾ അവർക്ക് നുബുവത്തുണ്ടാകാം, റിസാലത്തുണ്ടാകാം. അവർ പറഞ്ഞത് എഴുതിയേക്കുന്നതാണിത്. അല്ലെങ്കിൽ ഇതെങ്ങനെ ഈ വരുന്നത്? ഇത് അറിയില്ലല്ലോ. ഇപ്പൊ നമ്മളെ നാട്ടിന്റെ, നമ്മളൊക്കെ ജനിക്കണ 967 ഇന്ത്യ ഡേറ്റ് ഓഫ് ബർത്ത്. ഈ 967 കാലം 78, 80, 70 കാലത്തൊക്കെ ഇങ്ങനെ ഒരു കുടിയേറ്റം ഉണ്ടാവുമോ എന്നുള്ളത് ഇല്ല. അന്നൊരു കുടിയേറ്റം നടക്കുന്നുണ്ട്. എന്ത് തെക്കുന്ന ജനങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മുടെ ക്രിസ്ത്യാനികളൊക്കെ വന്ന് അതാണ് കുടിയേറ്റം. അതേ സമയത്ത് ഇങ്ങനത്തെ ഒരു കുടിയേറ്റം അന്ന് ചിന്തിക്കാൻ കഴിയില്ല, ഇല്ല. ഇന്നിപ്പോ കാര്യമായുള്ളത് ആ കുടിയേറ്റാണ്. അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുക. ഇത് 3000, 4000, 5000 കൊല്ലം മുമ്പ് മഹാഭാരതത്തിൽ എഴുതിച്ചിരിക്കുന്നു. എന്ന് എന്താ ഹിന്ദു പണ്ഡിതന്മാരുടെ വ്യാഖ്യാനം? യുഗാവസാനം ആസന്നമാകുമ്പോൾ ജനങ്ങൾ പ്രധാന ഭക്ഷണം ബാർലി ആയിട്ടുള്ള അതേ രാജ്യങ്ങളിൽ അഭയം തേടും. പ്രധാന ഭക്ഷണം ഗോതമ്പായിട്ടുള്ള രാജ്യങ്ങളിലും, അതായത് അവിടേക്ക് പോകും ആളുകൾ. മറ്റു ലോകത്തിൻ്റെ നാടുകളിൽ നിന്ന് അങ്ങോട്ട് പോകും എന്ന്. യൂറോപ്പ്, കാനഡ പോലത്തെ രാജ്യങ്ങളിലൊക്കെ തതസ്തതു മൂലസംഘതേ വർത്തമാനേ യുഗക്ഷയേ ദ്വിജാതി പൂർവകോ ലോകക്രമേണ പ്രഭാവ്യതി. അതായത് എന്ത് പ്രശ്നമുണ്ടായാലും ഒരു ഉന്നത വർഗത്തിന് നേട്ടത്തിലാണത് കലാശിക്കുക. സത്യല്ലേ? കൊറോണ ഉണ്ടായപ്പോൾ ആരാ നേടിയ? കോർപ്പറേറ്റുകൾ. യുദ്ധം ഉണ്ടായാലും ആരാ നേടുക? കോർപ്പറേറ്റുകൾ. ഒരു കായിക കമ്പനി ഉണ്ടാവും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല.
യുദ്ധം ഉണ്ടായപ്പോൾ നമ്മളതൊക്കെ പൂട്ടി. ആയത് കൂടുതലായി കോർപ്പറേറ്റുകൾക്ക്. യുദ്ധം മാത്രമല്ലടൂ, ഇവിടെ ഒരു മനസ്സിലായില്ലേ, ഒരു പാൻഡമിക് ഉണ്ടായാൽ ആ പാൻഡമിക് കൊണ്ട് നേടുക ആരാണ്? എന്തിന് കോർപ്പറേറ്റുകളുടെ മറ്റേ മാസ്ക് ഉണ്ടാക്കുന്ന കമ്പനി വരെ മൾട്ടി മില്യൺ കമ്പനികളായി മാറി ആ പാൻഡമിക് വന്നപ്പോൾ. പിന്നെ മറ്റേ എന്താ പറയാ, സാനിറ്റൈസ്, ഇതൊക്കെ തന്നെ ഇതന്നെ. അപ്പൊ അതിന് ഏത് പ്രശ്നം ഉണ്ടായാലും ഒരു വിഭാഗം അതിന് നേടും, ഉന്നതരായ വിഭാഗത്തിന് നേട്ടേ ഉണ്ടാവും. ലോകാവസാനം വരുമ്പോൾ അങ്ങനത്തെ ഒരു കാലം വരും. എന്താ വരുന്നത്? എന്താ പറഞ്ഞത്? തതസ്തത് മൂലസംഖതേ വർത്തമാനേ യുഗക്ഷേ ദ്വിജാതി പൂർവകോ ലോകക്രമേണ പ്രഭാവ്യതി. അവർ വലിയ ആളുകളായി മാറും, അവർ ഉന്നതന്മാരായി മാറും. മൾട്ടി മില്യണർമാർ എപ്പോഴും നേടും. ഏത് യുദ്ധം നടന്നാലും, ഏത് കൊറോണ വന്നാലും, എന്തു വന്നാലും, എന്തും. ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു ഗ്യാസിന്റെ കുറ്റിക്ക് 6000 രൂപ കൊടുത്താൽ കിട്ടുന്നു. ഇപ്പൊ ഇന്നലെ പത്രത്തിലുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഒരാൾ എനിക്ക് അയച്ചു തന്നു. ഒരു ഗ്യാസിൻ്റെ കുറ്റിക്ക് 1000-800 കുറ്റിക്ക് എന്ത് കൊടുത്താൽ കിട്ടും? 6000 രൂപ എടുത്താൽ കിട്ടും. അത് ആരെ കയ്യിൽ ഇതൊക്കെ കൊടുക്കണ ഒരു വൻ ടീമുണ്ടല്ലോ, അവർ കഞ്ചതിൽ ഇറക്കും. അവർക്ക് ഒരു കുറ്റിമ അവിടെ എത്രയാ കിട്ടുക? പറഞ്ഞത് മനസ്സിലായില്ല. ഇങ്ങനെ തന്നെ ഇങ്ങനെ നേടും, അതന്നെ അവർ നേടും. ഇത് വേറൊരു വ്യാഖ്യാനം കേട്ടോ, ഭയങ്കര ഇങ്ങനെ അപ്പുറം എനിക്ക് പറയാനില്ല. മഹാഭാരത വനപർവ്വതത്തിൻ്റെ 188-ാം അധ്യായത്തിലെ 19-ാം ശ്ലോകം കേട്ടോ. അന്ത്യമധ്യഭവിഷ്യന്തി മധ്യശ്ചാന്താവസായിനഃ യോഗാന്തേ പരിപസ്ഥിതയാ ഇദൃശോ ഭവിത. ഏറ്റവും താഴ്ന്ന വിഭാഗം മധ്യവിഭാഗമായി മാറും. മധ്യവിഭാഗം ഏറ്റവും താഴ്ന്ന വിഭാഗമായി മാറും. അപ്പൊ ലോകത്ത് ഏത് കാലത്ത് 3 വിഭാഗമാണുള്ളത്. 1 വൻ കോർപ്പറേറ്റുകൾ, 2 മിഡിൽ ക്ലാസ്, 3 സാധാരണക്കാരായ ജനങ്ങൾ, ഏറ്റവും താഴെയുള്ളവർ. ലോകാവസാനമാകുമ്പോൾ കോർപ്പറേറ്റുകൾ ഏറ്റവും മേലക്കവും, ഏറ്റവും താഴെയുള്ളവർ മധ്യത്തേക്ക് കയറും. മധ്യവർഗം നട്ടം തിരിയും, ഒരു വകുപ്പ് ഉണ്ടാവില്ല, തിരിഞ്ഞിട്ടില്ല. അതന്നെയല്ലേ സത്യം. ഇപ്പൊ മിഡിൽ ക്ലാസ് അല്ലേ ഇപ്പൊ കുടുങ്ങിയത്? അതന്നെ അന്നന്ന് നയിച്ചിട്ടുന്നവർക്കൊരു പ്രശ്നമില്ലല്ലോ. അതായത് ഏറ്റവും തെണ്ടിയൊക്കെ പ്രശ്നമില്ല, ഏറ്റവും കുറച്ചൊക്കെ ഉണ്ടാവും, മനസ്സിലായില്ല? അങ്ങനെ തന്നെ തെണ്ടിയൊക്കെ പ്രശ്നമില്ല. ആരവിടെ കുടുങ്ങുന്നത്? വേറൊരുത്തൻ്റെ എങ്ങനെ പോയി കൈക്കൂട്ടെത്താൻ വയ്യ. കോർപ്പറേറ്റുകൾക്ക് ഒരു കമ്മ്യൂണിറ്റി വരില്ല, മധ്യവർഗം കുടുങ്ങും. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുണ്ടാകുക എപ്പോഴും എവിടെയാണ്? മിഡിൽ ക്ലാസ്സിലാണ്. ഓര് കുടുങ്ങും, കുടുങ്ങും. എങ്ങനെ ഒരു ജീവിക്കുമെന്ന് അറിയാൻ പറ്റില്ല. അവരെങ്ങനെ ജീവിക്കാന്ന് പറയാൻ പറ്റില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എന്നൊക്കെ പറയാം, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മനസ്സറിഞ്ഞാമീൻ പറയും, അള്ളാഹു തല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ ഈ ക്ലാസ്സിൽ വരുന്ന ഒരാൾ രഹസ്യം പറയാണ്, പറയുമ്പോൾ ഒരു ഹൈറുണ്ട് എന്ന് ചോദിച്ചാൽ പറയുന്നത്. ചിന്തിക്കണം ലോകത്തിൻ്റെ അവസ്ഥ. നമ്മുടെ ക്ലാസ്സിന് സ്ഥിരമായി ഇവിടെ എല്ലാ ക്ലാസ്സിനും വരുന്ന ഒരാൾ എന്നോട് ഒരിക്കൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഒരു സ്ത്രീ ഫോൺ ചെയ്തു, 2-3 തവണ ഫോൺ ചെയ്തു. അപ്പോൾ എന്താണ് ഫോൺ ചെയ്യുന്നത്? നിങ്ങളുമായി പിന്നെ ഒരു ലോഹ്യം വെക്കാൻ എൻ്റെ ഭർത്താവ് സമ്മതം തന്നിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ ആളുകളോടൊന്നും ലോഹ്യം വെക്കാൻ പാടില്ല, മൂപ്പരോട് വേണമെങ്കിൽ ലോഹ്യം വെച്ചോ എന്ന് പറഞ്ഞ് ഒരു സ്ത്രീ എന്നോട് നിരന്തരമായി വിളിക്കുന്നുണ്ട് ഉസ്താദ് എന്ന് പറഞ്ഞുകൊണ്ട്. ഈ വ്യക്തിയെ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും കാണിച്ചു തരാം. ഇവിടെ ഉണ്ടാവും അയാൾ, അവിടെ സ്ഥിര ആളാണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല. ഒരു സ്ത്രീ, പരിസരത്തുള്ള ഒരു സ്ത്രീ ഈ ആൾക്ക് സ്ഥിരമായി വിളിക്കും. എന്താ ഈ സ്ത്രീ പറയുന്നത്? ഒരാളോടൊരു സൗഹൃദം വെക്കാൻ എൻ്റെ ഭർത്താവ് സമ്മതം തന്നിട്ടുണ്ട്, എൻ്റെ ഭർത്താവ് വളരെ ലോസിലാണ്. ഞാൻ ഇതിനപ്പുറം എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റൂല. ഞാൻ ഇതിൻ്റെ ഇബ്രത്തുള്ളത് കൊണ്ടാണ് ഞാൻ പറയണത്. ഈ വ്യക്തി നിങ്ങൾക്ക് കാണാം, ആ വ്യക്തി നേരിട്ട് നിങ്ങളോട് പറയും. ഞാൻ എന്താ വേണ്ടത്? കട്ട് ചെയ്തോളാം, ഞാൻ പുറത്തേക്ക് പോകണ്ട, വേണമെങ്കിൽ നമ്പർ തന്നെ മാറ്റിക്കളാം, നിങ്ങൾ വിളിക്കണ്ട, നമ്പർ മാറ്റിക്കളാം എന്ന്. ആ വ്യക്തി ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. നമ്മളിവിടുത്തെ ഒരു വിദ്യാർത്ഥിയുടെ വാപ്പിയുമാണ്. അവൻ അത്യാവശ്യം നിലവാരമുള്ള ആളാണ്, എന്ത് പൈസ ഉണ്ട്. അപ്പോൾ അവൻ്റെ പരിസരത്തുള്ള ഒരു സ്ത്രീ നിരന്തരമായി ഇവനെ വിളിക്കുക, എന്നിട്ട് എന്ത് പറയാ? അങ്ങനെ കൂടുതൽ ആളുകളോട് സൗഹൃദം വെക്കാൻ ഭർത്താവ് സമ്മതിക്കൂല. എന്നാൽ ഒരാളോടൊക്കെ സൗഹൃദം വെക്കണ എനിക്ക് വിരോധമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പം നിങ്ങളാണ് നല്ലതെന്നാണ് എൻ്റെയും ഭർത്താവിൻ്റെയും ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച്. ഇതിനപ്പുറം പറഞ്ഞിട്ടുണ്ട്, അതെനിക്ക് ഇങ്ങോട്ട് പറയാൻ പറ്റൂല. ഓന് കിട്ടിയ പേരെ മുഴുവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ അവൻ്റെ ഉസ്താദല്ലേ, അപ്പം ഒരു പരിധി ഉണ്ടാവില്ല എന്നോട് പറയുന്നത്. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാകും, നിങ്ങൾക്ക് പറഞ്ഞു ഇതിനപ്പുറം പറയണ്ട, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഇതിപ്പോ എന്താണ്, എന്താ ഭർത്താവ് വളരെ ലോസിലാണ്. മധ്യവർഗം ലോസിലായാൽ ലോകത്തെ വിചാരം വർദ്ധിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഭർത്താവ് വലിയ ലോസിലാണ്. ഞാൻ ജീവിക്കാൻ നിങ്ങൾ പോലത്തെ ഒരാളോട് സൗഹൃദം ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരണോ? പറയും കുട്ടികളെ വേണോ? പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു പടച്ചോനോട് തേടിക്കോളി. അള്ളാഹു ഈ അവസ്ഥയിൽ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. തമാശല്ല, ഇത് ഭയങ്കര അവസ്ഥയാണ്. ഇതൊക്കെ കാക്കക്കൂട്ട് കല്ലിട്ടോൻ അന്തണ്ടാവില്ല. ഓൻ്റെ വിഷയം ഇതൊന്നും ഓന് വിഷയമല്ല, ഓന് വിചാരം പ്രശ്നമല്ല. അന്യ സ്ത്രീകളെ കാണുമ്പോൾ എനിക്ക് പ്രത്യേകമായ താല്പര്യം ഉണ്ടാകാറുണ്ടെന്ന് ഒന്നാം ദിവസം പറഞ്ഞവനാണ് ആര്? ട്രംപ്. എനിക്ക് പെണ്ണുങ്ങളെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദൗർബല്യമാണ്. പെണ്ണ് അന്യ സ്ത്രീകളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അത് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ കയറിയ ആളാണ്. ഇപ്പോഴല്ല, അതൊന്നും ഇപ്പം പറയില്ല എന്ന് പറഞ്ഞു. അതോർമ്മല്ലേ നിങ്ങൾക്ക് പറഞ്ഞു വർത്താനം? ട്രംപ് ആദ്യമായി അധികാരത്തിൽ കയറിയ ദിവസം അത് പറഞ്ഞു, എനിക്ക് അന്യ സ്ത്രീകളെ കാണുമ്പോൾ ഒരു പ്രത്യേക വിറയിൽ വരും. ആ ആൾക്ക് ഇവിടെ വ്യഭിചാരം അധികരിച്ച എന്ത് വരാനാ? വ്യഭിചാരം അധികരിക്കല്ലേ ഇവർക്ക് വേണ്ട. അപ്പൊ മധ്യവർഗം ഇല്ലാതെയാവും. ഏറ്റവും താഴ്ന്നവർ മധ്യവർഗമാവും. അപ്പർ ക്ലാസ് ഒന്നുകൂടി അപ്പർ ക്ലാസ്സിലേക്ക് പോകും. അവർക്കൊന്നും സംഭവിക്കൂല. മിഡിൽ ക്ലാസ് ആണ് ലോകത്തെ ഏറ്റവും പ്രധാനം. അവരെ കൊണ്ടാണ് ഇതൊക്കെ നടക്കുക. പള്ളി, മദ്രസ, ദീനി, മൂലിയര്, കിതാബ്, ഓത്ത് എല്ലാ നാട്ടിൽ നടക്കുന്ന ആരെ കൊണ്ടാണ്? ഈ മിഡിൽ ക്ലാസ്. മിഡിൽ ക്ലാസിന്റെ കയ്യിൽ പൈസ ഇല്ലാതെയോ? പിന്നെ എന്ത് ചെയ്യാന്ന് പറയാൻ പറ്റൂല. ഇതിൽ തന്നെ ഞാൻ മഹാഭാരതത്തിൽ ഒരു സ്ഥലത്ത് കണ്ടു, ക്ഷാമം അധികരിക്കുമ്പോൾ കുടുംബനാഥന്മാർ നാട് വിട്ടുപോകും ലോകാവസാനത്തിന് മുമ്പ്. കാരണം അവൻ ആ കുടുംബം സംരക്ഷിക്കാൻ കഴിയൂല. ഒരു സ്ഥലത്ത് മഹാഭാരതത്തിൽ ഞാൻ കണ്ടു, ഒരു മനുഷ്യനെ യശസ്, അവനൊരു കുടുംബം പോറ്റുന്നു എന്നത് യശസ്സായി മാറുന്ന ഒരു കാലം വരും. അതായത് ഒരു ആളെപ്പറ്റി പറയും, ഓൻ ഇക്കാലം വരെ എന്തായിട്ടില്ല, ഒരു ദിവസം കുടുങ്ങിയിട്ടില്ല, അവൻ്റെ കുടുംബം മയ്യായിക്കോൻ പോറ്റി പോകുന്നുണ്ട് എന്ന് പറയുന്നത് അവൻ്റെ എന്തായി മാറും? ഒരു യശസ്, ഒരു ഖ്യാതി, ഒരു പ്രശസ്തി. അതായത് മിക്കവാറും ആളുകൾക്ക് കുടുംബം പോറ്റാൻ കഴിയൂല. ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ദൂരെ വാരിനം തീർത്ഥം, ദൂരെ കാണുന്ന ഒരു പുണ്യസ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു കുളം പോലെ ആളുകൾ പരിഗണിക്കും. മനസ്സിലായില്ല? ഒരു ജലസംഭരണി മാത്രമേ പോലെ ഒരു പുണ്യസ്ഥലത്തെ കണക്കാക്കൂ. അതായത് ഏത് വൃത്തികേട് ചെയ്യണോനും അവിടെ പോയി ഒന്ന് കുളിച്ചു വരില്ലോ എൻ്റെ ഉദ്ദേശമുള്ളൂ. ഒരു ഉംറക്ക് പോക്കറ എന്താ? അപ്പം 100 നുണ പറഞ്ഞിട്ടാണ് ഒരു കച്ചവടം നടത്തിയത്. കച്ചവടം നടത്തിയപ്പോൾ ഇവന് 2.5%, 1.5% കൂടി ഇവനൊരു 10-30 ലക്ഷം 50 ലക്ഷം ഉറുപ്പിക കിട്ടി. അപ്പോൾ ഒരു 80,000 ഉറുപ്പിക മതിയല്ലോ എന്തിന് ഉംറക്ക് പോയി. അപ്പോൾ ആ ഒരു പുണ്യസ്ഥലത്തെ ഒരു ജലസംഭരണിയായിട്ട് കണക്കാക്കുള്ളൂ. അതായത് പാപം കൈകാള സ്ഥലം. അവിടെ പോയി വന്നു പിന്നെ നോണറിച്ചിൽ തുടങ്ങി. അതാണ് അത്രയും കണക്കാക്കണുള്ളൂ. ദൂരെ വാരിനം തീർത്ഥം, ഒരു ദൂരെ കാണുന്ന ഒരു പുണ്യസ്ഥലം എന്ന് പറഞ്ഞാൽ അതൊരു ജലസംഭരണിയായി മാത്രമേ കണക്കാക്കൂ. ലാവണ്യം കേശധാരണം, അക്കാലത്ത് മനുഷ്യന്റെ സൗന്ദര്യം അവന്റെ മുടിക്കനുസരിച്ചായിരിക്കും. ആണോ അല്ലേ? ഇപ്പോഴത്തെ മനുഷ്യന്മാര് വലുപ്പത്തിലൊക്കെ എന്തുമലാണ് കുട്ടികളെ എന്തൊക്കെയാ മുടി കൊണ്ട് കാട്ടുന്നത്? ഒരു മനുഷ്യന്റെ സൗന്ദര്യം എന്തുമേൽ കണക്കാക്കും? മുടി. പെണ്ണ് ഒരുത്തരം വൈപ്പണമെങ്കിൽ തന്നെ അവൻ്റെ മുടി ക്ലിയർ ആക്കണം. നമ്മളെ സാധാരണ പഴയ കാലത്തെ ബടിയൊന്നും പഠിച്ചാൽ ഇപ്പം പെണ്ണിട്ടൂല. പെണ്ണുങ്ങൾ ആദ്യം ഓൻ്റെ ഫോട്ടോ നോക്കും. ഓൻ്റെ ഫോട്ടോത്തിൽ എന്ത് വേണം? പറയ കുട്ടി, ഓൻ്റെ മുടി ഈ ഭാഗത്തൊക്കെ ഇങ്ങോട്ട് എന്താവണം? പിന്നെ പഠിച്ച് ഓന് ഇവിടെ മാത്രം അമേരിക്കൻ പട്ടാളത്തിന് മാതിരി ഇവിടെ മാത്രമേ മുടിയുള്ളൂ എങ്കിലേ എന്തുള്ളൂ എന്നാ കാണാൻ വന്നോട്ടെ എന്ന് ആര് പറയണം? ഭർത്താവ് പറയണമെങ്കിൽ, ഭാര്യ പെണ്ണ് പറയണമെങ്കിൽ അവൻ്റെ ഈ ഭാഗത്തൊന്നും എന്തുണ്ടാകരുത്. ലാവണ്യം കേശധാരണം, അവൻ്റെ മുടിക്കനുസരിച്ചായിരിക്കും അവൻ്റെ സൗന്ദര്യം. അത് അവിടെ കട്ട് ഇവിടെ കട്ട് മറ്റൊരുത്ത് കട്ട് ഇതിനനുസരിച്ച് ഇങ്ങനെ. ഇനിയിപ്പോൾ കുറച്ച് നേരം ഞാൻ ഒരു സൈഡ് മുടി ബടിക്കലാണെങ്കിൽ അന്ന് പെണ്ണുങ്ങൾക്ക് തരം അതിന് ബടിച്ച് വരും, എന്നിട്ട് മതി കാണാൻ വരില്ല. അങ്ങനെ അല്ല, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായി. ഇപ്പം ഒരു കാലത്ത് താടിയുള്ള ഒരാളും പെണ്ണുങ്ങൾക്ക് പറ്റില്ല. ഇപ്പം എന്ത് വേണം? എന്തുകൊണ്ട്? താടിമലാണ് കളി. ആണോ അല്ലേ? താടിയുള്ള ഒരാളെയും പറ്റൂലേ. ഇപ്പൊ പെണ്ണുങ്ങൾക്ക് താടി നിർബന്ധമാണ്. എന്തുകൊണ്ട്? ഇപ്പൊ അങ്ങനെ പുതിയ ട്രെൻഡ് എന്താണ്? ഒരു പ്രത്യേക ക്വാളിറ്റിയില്ലേ, എന്തായാലും പറയാ, എങ്ങനെ പ്രത്യേക ക്വാളിറ്റിയിലുള്ളൊരു താടിയില്ലേ? അതന്നെ
അങ്ങനെ ലാവണ്യം, കേശധാരണം അങ്ങനെ ഇരിക്കും. ഒരു മനുഷ്യൻ്റെ സൗന്ദര്യം അയാളുടെ മുടിക്കനുസരിച്ച് ഇന്ന് കരുതപ്പെടും. അങ്ങനെയാണ്. ഉദരം ഭരത സ്വാർത്ഥ, ഉദരം നിറക്കലായിരിക്കും. അതിനു വേണ്ടിയുള്ള സ്വാർത്ഥത കാണിക്കാൻ മനുഷ്യനൊരു മടിയും ഉണ്ടാവില്ല എന്ന്. ദാക്ഷ്യം, കുടുംബ ഭരണം, യശോർദ്ധയ ധർമ്മസേവനം. ഒരു മനുഷ്യൻ ധർമ്മസേവനം ചെയ്യുന്നത് അവൻ്റെ യശസ്സിന് വേണ്ടിയായിരിക്കും. അവൻ പള്ളി പ്രസിഡന്റ് ആകുക എന്നുള്ളത് അവൻ്റെ യശസ്സാണ്. അവൻ നിലനിർത്തും. ഒരു ധർമ്മസേവനം യശസ്സായി മാറും. അവൻ പ്രസിഡന്റ് ആകുക എന്നുള്ളതാണ് മലയാളം പിടിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് യുദ്ധം ചെയ്തു, ചതി ചെയ്തു, മോൻ എന്ത് കയറും പള്ളി കമ്മിറ്റിയിൽ പ്രസിഡന്റ് ആവുക. അപ്പോഴാണ് കാക്കൻ മരിച്ചത്. കാക്ക മരിക്കണവരെ കാക്ക പ്രസിഡന്റാണ്. പിന്നെ കാക്ക മരിച്ചു കഴിഞ്ഞാൽ പോലെ വലിയ ബാക്ക് കൂടി പണിയെടുക്കൽ. ഇനി അടുത്ത ആളെ എന്താക്കാനും നമ്മളെ കുടുംബത്തിൽ തന്നെ ആകണം എന്ത് പ്രസിഡന്റ്. അതേത് വന്നാലും പോലും അത് പറയും. ഒരു പെണ്ണിനെ കാണാൻ പോലും ആദ്യം എന്താ പറയുക, നമ്മളെ മൂത്താപ്പയാണ് പള്ളി പ്രസിഡന്റ്, ചോദിക്കാനില്ലല്ലോ. അങ്ങനെ ധർമ്മസേവനം യശസ്സിന് ആധാരമായി മാറും. അങ്ങനെ ഒരുപാട് കാര്യം അതിൽ പലതും വെട്ടിച്ചുരുക്കുക. ഇതൊന്നും അല്ല അതിൽ ഒരുപാട് കാര്യം പറയുന്നത്. എന്ന് സ്വത്ത്, ഒരാൾക്ക് സ്വത്തുണ്ടെങ്കിൽ സ്വത്തായിരിക്കും അവൻ്റെ പ്രധാനപ്പെട്ട ഒരു സമ്പത്തുണ്ടെങ്കിൽ അതന്നെ. എന്ന് സത്യം സംക്ഷിപ്യതേ ലോകേ നരേ പണ്ഡിതമാനിഭി. പണ്ഡിതന്മാരുണ്ടാവില്ല. പണ്ഡിതന്മാർ സ്വയം ജ്ഞാനികളായി കരുതുന്ന പണ്ഡിതന്മാർ അധികരിക്കും. സത്യം സംക്ഷിപ്യതേ ലോകേ നരൈ പണ്ഡിതമാനിപ്പി. സ്വയം പണ്ഡിതനാണെന്ന് അവനെപ്പറ്റി വിചാരിക്കും. അത്തരം ആളുകളാണ് പണ്ഡിതന്മാരായി വിലസുക. അപ്പോൾ സമൂഹത്തിന് കാണാനുള്ളത് ആരായിരിക്കും? അവർക്ക് വിജ്ഞാനം ഉണ്ടാവില്ല. അവർ സ്വയം നടിക്കും ഞങ്ങൾ ആരാണ്, പണ്ഡിതന്മാരാണ് എന്ന്. സ്ഥിരപര ബാലമതയോ സ്ഥവിര ബുദ്ധയ സ്ഥവിരാ ബാലമതയ ബാലാ സ്ഥിരബുദ്ധയ. വയസ്സായ ആളുകൾക്ക് ബുദ്ധി ഉണ്ടാവില്ല. കുട്ടികൾക്ക് വലിയ അമിതമായ ബുദ്ധി. കുട്ടികളുടെ ബുദ്ധിയിൽ ജനം അത്ഭുതപ്പെടും. ലോകാവസാനം വരുമ്പോൾ ഇത് നടക്കണ്ടോ? ഇതന്നെ നടക്കുന്നത്. കുട്ടികളുടെ ബുദ്ധിയിൽ ലോകം അത്ഭുതപ്പെടും. ചെറിയ കുട്ടികൾ എന്തും അവർക്ക് നടക്കാത്തൊരു കാര്യമല്ല. അല്ലെ അങ്ങനെയല്ലേ? ഇപ്പം നിങ്ങളെ മൊബൈൽ കൊടുത്താൽ നിങ്ങൾക്ക് അറിയില്ല. ഇപ്പം എനിക്കാകെ 2-3 കാര്യം മൊബൈലിൽ അറിയുള്ളൂ. അതിൻ്റെ ഡയൽഡ് ഓപ്ഷന് മറ്റും. പിന്നെ ആകെ ഫോണിൽ സുബൈക്കിൻ്റെ മുമ്പ് തജ്ജിന് എണീക്കാനുള്ള അലാറം. അതന്നെ അലാറം ചിലപ്പോൾ ചിലത് തെറ്റും. നമ്മളെവിടെയെങ്കിലും കുത്തിയിട്ട് പോകും. പിന്നെ അത് കുട്ടികളെ പോകും. അപ്പോൾ ഒരു മിനിറ്റ് മതി. 1 മിനിറ്റ് കൊണ്ട് ഒരു ക്ലിയറാക്കി തരും. കുട്ടികൾക്ക് അമിത ബുദ്ധി. വയസ്സായവർക്ക് എന്തുണ്ടാവില്ല, പ്രായവർക്ക് ബുദ്ധി ഉണ്ടാവില്ല. കുട്ടികൾക്ക് അമിതമായ ബുദ്ധി ഉണ്ടാവുക. പണ്ഡിതന്മാർക്ക് വിവരം ഉണ്ടാവില്ല. പക്ഷെ പണ്ഡിതന്മാരായി നടിക്കും. ഇങ്ങനെ ക്ഷാമം, ദാരിദ്ര്യം എന്നിവ അധികരിക്കും. പഠനം ഉണ്ടാകും, ഗുരു ഉണ്ടാകില്ല. ഗുരു എന്ന സാധനം ഉണ്ടാവൂല. ഒരാൾ മറ്റാരെയും ശ്രദ്ധിക്കൂല. അപ്പോൾ തമോഗസ്തസ്തദ, ലോകം ഇരുട്ടിൽ തപ്പും. ഗുരു ഇല്ലാതാകുമ്പോൾ ലോകം ഇരുട്ടിൽ തപ്പും. സത്യം 100 വട്ടം. ഗുരു ഇല്ലെങ്കിൽ ലോകം ഇരുട്ടിൽ തപ്പും. സത്യം. ആ ഗുരു പറഞ്ഞ ഈ കാണുന്ന മനുഷ്യന്മാരല്ല. ഗുരു പറഞ്ഞ കൂട്ടർ വേറുണ്ട്. അതാണ് മശായിഖന്മാർ. മനസ്സിലാണ്ട് പറഞ്ഞത്. ഇപ്പോൾ CM ഉള്ള കാലത്ത് നമുക്കറിയാം ഒരു ധൈര്യമാണ്. ആ ധൈര്യം ഇപ്പം ഇല്ല. മലബാറിൽ എന്തിനൊരു പരിഹാരം ഉണ്ടാവും. അത് പറഞ്ഞാൽ കൃത്യമായിരിക്കും. തിരുപ്പഞ്ച മൂല്യനുള്ള കാലത്ത് അതൊരു പരിഹാരമല്ലേ? അതാണോ ഗുരു? അതാണോ ഗുരു? മറ്റേ മൂല്യരാണ്. ഗുരു മൂല്യരല്ല. മൂല്യർ ഗുരുവല്ല. തൃപ്പഞ്ച് മനസ്സിലേത് ഇവിടെയൊക്കെ മൂല്യന്മാരുണ്ടായിട്ടും ഇതിനെ തൃപ്പഞ്ച് അപ്പം എന്നോടൊരാൾ പറഞ്ഞു, ഞാൻ ഗൾഫ് പോകാൻ വേണ്ടി വിസ വന്നിട്ട് ഞാൻ എന്ത് പറഞ്ഞു, ഉസ്താദിനോട് പോയി വന്നാണ്ട് ഞാൻ ഗൾഫ് പോകുന്ന പറഞ്ഞു. അവർ പറഞ്ഞു ബോംബെ പോയി വന്നു പറഞ്ഞു. പിന്നെയും പറഞ്ഞപ്പോഴും അതന്നെ പറഞ്ഞു. 3 വട്ടം പറഞ്ഞപ്പോഴും അതന്നെ പറഞ്ഞു. പിന്നെ ഞാൻ പോരും ചെയ്തു. അങ്ങനെയല്ല, ബോംബെ ഒക്കെ കാണാലോ, പോയി പോരെന്ന് പറഞ്ഞു. അങ്ങനെ ബോംബെ ഒക്കെ കാണാലോ. ഇവൻ ബോംബെ പോയി. പിന്നെ 2 ആഴ്ച 4 ആഴ്ച 1 മാസം 2 മാസം ബോംബെയിൽ നിന്ന് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ല. തിരിച്ചു വന്നു. അപ്പോൾ പറഞ്ഞത് ക്ലിയറായി. ബോംബെയിലൊക്കെ പോകാമല്ലോ പറഞ്ഞു. ബോംബെ ഒക്കെ ഒന്ന് കാണാനല്ലോ എന്ന് പറഞ്ഞു. വിസ വന്നിട്ടാണ് പോയത്. പക്ഷെ പോകാൻ കഴിഞ്ഞില്ല. അത് വിസ തട്ടിപ്പിടിച്ചായിരുന്നു. എവിടെ നിന്ന് അങ്ങോട്ട് പോയില്ല. എന്നാൽ ബോംബെ ഒക്കെ ഒന്ന് കാണാമല്ലോ. സത്യമാണ്, ബോംബെ ഒക്കെ ഒന്ന് കണ്ടു. ഇതാണ് ഗുരു. ഈ ഗുരുവിന് നാളത്തെ കാര്യം പറയാൻ കഴിയും. അങ്ങനെ പലതും അത് പലതും ഇന്നതെന്നില്ല. പലതും ഉണ്ട്. പലതും എന്ന്
ഭൂതം ജഗസൽവം ജഗൽ സർവം ഭവിഷ്യതി യുധിഷ്ഠിര നശാത്രേഹി പിത്തംശ്ചാപി തർപൈഷ്യന്തി മാനവ. ലോകം മുഴുവൻ നിഷ്ഠൂരമാകും. മനുഷ്യൻ അവരുടെ പൂർവിക ആചാരങ്ങളെ മുഴുവൻ ഉപേക്ഷിക്കും. മനുഷ്യന് മുഴുവൻ അഹങ്കാരവും മനുഷ്യന് ഒരുതരം അതായത് ഒരു കരുണയില്ലാത്ത മനസ്സാവും, നിഷ്ഠൂരമായ മനസ്സാവും മനുഷ്യൻ്റെ മനസ്സ്. കരുണ പൂർണ്ണമായി വറ്റിപ്പോകും. മുകളിലുള്ളവർക്ക് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ സാംഖ്യ പരന്ത പരസ്പരം ശുദ്രതുല്യ ഭവിഷ്യന്തി തപസത്യ വിവർജിത. ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും കൂടിക്കലർന്ന് തപസ്സും സത്യം ഇല്ലാത്ത ശുദ്ര എല്ലാവരും ഒരുപോലെയാവും. അതായത് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ എല്ലാവരും കൂടി ശുദ്രതുല്യ. ഏറ്റവും താഴെയുള്ള കൂട്ടരാണ് ആര്? ശുദ്രന്മാര്. ബ്രാഹ്മണനും വൈശ്യനും ക്ഷത്രിയനും ഒക്കെ കൂടിയിട്ട് ആരെ കൂടെ നിൽക്കും? ശുദ്രന്റെ കൂടെ നിൽക്കും. എന്നിട്ട് ഓരോ കൂട്ടുകമ്പനിയാവും. ബ്രാഹ്മണൻ താഴത്ത് കറങ്ങും, ശുദ്രൻ മേലക്കും കയറും. അങ്ങനെ തന്നെ ഇതിന് തൊട്ടടുത്ത് പറയുന്നുണ്ട്. എന്ത് ശുദ്രധർമ്മം പ്രവിശ്യന്തി ബ്രാഹ്മണ പരിഭാസക. അതായത് ശുദ്രന്മാര് പ്രസംഗിക്കും, ബ്രാഹ്മണന്മാർ വ്യാഖ്യാനിക്കും. അവർ സേവകരുമായിരിക്കും. ആര്? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ല? ശുദ്രന്മാർ വേദം പ്രസംഗിക്കാം, അതിന്റെ വ്യാഖ്യാനം ആര് പറയാ? ബ്രാഹ്മണന്മാർ പറയാം. സത്യത്തിൽ വേണ്ട എന്താ? ബ്രാഹ്മണന്മാരല്ലേ വേദം പറയണ്ടേ? അതിന് പകരം ആര് പറയും? ശുദ്രന്മാർ പറയും. എന്നിട്ട് അതിന്റെ വ്യാഖ്യാനം, അതിന്റെ പാദസേവനം ചെയ്തിട്ട് അതിന്റെ വ്യാഖ്യാനം പറയണ പണിയായിരിക്കും ആർക്ക്? ബ്രാഹ്മണർക്ക്. ഇത് നേരെ നമ്മളെ മതത്തിലേക്ക് കൊണ്ടുവരും. അതന്നെയല്ലേ നടക്കണത്? ഒരു രാഷ്ട്രീയക്കാരൻ ആയത്തണുണ്ട്, പിന്നെ വരുന്ന മൂല്യന്മാർക്ക് മുഴുവനും ഈ MP മന്ത്രിയും പറയുന്നത് വ്യാഖ്യാനിക്കണ പണിയാണ്. ഇങ്ങനത്തെ 100 പ്രസംഗം നിങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബിൽ കിട്ടും. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? ഒന്നുകൂടി പറയാം. നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാവുന്നില്ല, കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിഷയമാണ്. നിങ്ങൾക്ക് അതിൽ പെട്ട കൂട്ടരാണെന്ന് എനിക്കറിയാം. അല്ല, ഇവരൊക്കെ പ്രസംഗം നിങ്ങൾക്ക് വേറെ പണിയിട്ടൂടെ? ഞങ്ങൾ ഈ മുതലാളി രാഷ്ട്രീയക്കാർക്ക് വ്യാഖ്യാനം പറയുന്ന പണി. ഒരു മുതലാളിയോ ഒരു രാഷ്ട്രീയ നേതാവോ, ഒരു മുതലാളി അല്ലെങ്കിൽ മന്ത്രി, ഒരു MP, ഇവർ പ്രസംഗിക്കുക, ആയത്തോടെ പ്രസംഗിക്കും. പിന്നെ വരുന്ന മൂല്യർക്കൊക്കെ എന്താ പണി? ബഹുമാനപ്പെട്ട MP പറഞ്ഞതുപോലെ, ബഹുമാനപ്പെട്ട അന്നാൾ പറഞ്ഞതുപോലെ അതിന് വ്യാഖ്യാനം പറയാം. ഇവനാരാ? ബ്രാഹ്മണൻ. ഇവന് ബ്രഹ്മം തേടിയ ആൾ നല്ല ജനം നിൽക്കുന്നത്. മറ്റോനാണ് ആയത്തോടുക. ആര് പറ ചങ്ങായി? ആയത്തോടനാരാ? ഈ ശുദ്രൻ പറഞ്ഞ അർത്ഥം അതാണ്. എന്ത് ഓളപ്പണി? താഴെക്കടയിലെ പണിയാ. കൃഷി സാധനം എടുക്കാം, വെജിറ്റബിൾ എടുക്കാം, മറ്റെടുക്കാം, അവിടെ കൊടുക്കാം, മറ്റേത് മറിച്ച്. ഇതന്നെയല്ലേ ഇപ്പൊ മുതലാളിമാരുടെ പണി? എന്റെ മുതലാളിമാരുടെ പണി ഈ താഴെക്കടയിലെ പണി. ഇവന്റെ പണി വേദത്തുമ്പോഴാണ്. ആര് പണി? മോല്യേരെ പണി. അവർക്ക് ബ്രാഹ്മണാണെങ്കിൽ നമ്മക്കാര് മോല്യേര്. അപ്പൊ ഈ മൂല്യേരെ പണി പിന്നെ എന്താകുക? ഈ MP വന്നിട്ട് MP ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുവീൻ, നമ്മൾ ഐക്യത്തിൽ കഴിവീൻ. പിന്നെ ഉള്ള മൂല്യന്മാർക്കൊക്കെ എന്താ പണി? ബഹുമാനപ്പെട്ടവർ പറഞ്ഞതുപോലെ ഈ പക്ക ജാഹിലിനെ അറിയില്ല എന്താണ് പറഞ്ഞത്. നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്ന അതിൻ്റെ അർത്ഥം ഈ ലോകത്തെ ഇരട്ടക്കെട്ടുണ്ടാക്കിയ ആളല്ലേ മുഹമ്മദ് മുസ്തഫ? എന്താണ് അന്തം മുട്ടോ? എനിക്കറിയാം. മക്കയിൽ നബി വന്നപ്പോൾ അവിടെ ഭിന്നത ഉണ്ടാകാൻ യോജിപ്പുണ്ടായത്? ജാഹില്. മക്കയിൽ നബി വന്നപ്പോൾ ഭിന്നതയാണോ യോജിപ്പാണോ ഉണ്ടായത്? ഐക്യാണോ അനൈക്യാണോ ഉണ്ടായത്? ജനങ്ങളൊക്കെ നല്ല ആൾക്ക് കുടിച്ചും മതിച്ചും വ്യഭിചരിച്ചും പൊലിയാടിയും തമ്മാതിത്തലും കഴിഞ്ഞു കൂടുമ്പോൾ അവർ നല്ല ആൾക്ക് ഇങ്ങനെ കഴിഞ്ഞു പോകുക കുഴപ്പമില്ലാതെ. അതിൻ്റെ അടി കാര്യം വന്നു. നബി വന്നപ്പോൾ തമ്മിൽ തെറ്റിയിരുന്നു. ഒരാൾ ഇവന്റെ ബാപ്പാണി രണ്ടാക്കി, രണ്ടാക്കി, മകനെയും തന്തനെയും രണ്ടാക്കി. ഇതാണ് ഈ മനുഷ്യൻ ചെയ്തതെന്ന് നേഗസിന്റെ കൊട്ടാരത്തിൽ പോയി ഖുറൈശികൾ പറഞ്ഞു, മറ്റേ നജ്ജാശിന്റെ കൊട്ടാരത്തിൽ പോയി പറഞ്ഞു. ഇതല്ലേ റസൂൽ ഇത്? അപ്പൊ വഅതസിമു ബിഹബിലില്ല. നിങ്ങൾ ആദ്യം എന്ത് കിട്ടണം? നിങ്ങൾക്ക് ഹബിലുള്ള കിട്ടണം, എന്നിട്ട് എല്ലാവരെയും പിടിക്കണം. പിടിക്കാത്തവരെ തീ കൂട്ടണ്ട. അതതിൻ്റെ അർത്ഥം. നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നോളിനാണ് അതിൻ്റെ അർത്ഥം. അല്ല, നിങ്ങൾക്ക് അന്തണ്ടോ? വഅതസിമു ബിഹബിലില്ലാഹി ജമീഅൻ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താ? നിങ്ങൾ ആദ്യം എന്ത് കണ്ടെത്തണം? ഹബില്, അള്ളാഹുവിന്റെ പാശം. എന്നിട്ട് പിന്നെ അവിടെ പറയേണ്ട ആവശ്യമല്ല. അതിമ പിടിക്കണോലൊക്കെ എന്തായി? അവിടെ ഒന്നായി. ഇത് പിടിക്കാതെ നടക്കണോ? നിങ്ങൾ ഒന്ന് കൂട്ടിക്കൊള്ളുന്ന അതിൻ്റെ അർത്ഥം.
അങ്ങനെയല്ലേ പറയണ്ടത്? അങ്ങനെ ഒറ്റക്കെട്ടായി നിൽക്കുകയും എന്നല്ലേ പറയണ്ടത്? ഇനി ഈ പക്ക വഹാബിയായ MP ഈ MP വന്നിട്ട് നമ്മളെ സുന്നി സമ്മേളനത്തിൽ പ്രസംഗിക്കും, നമ്മൾ സുന്നി മുജാഹിദും പറയേണ്ട കാലല്ല, ഒറ്റക്കെട്ടായി നിൽക്കണം. ഇതിന് പിന്നെ വരുന്ന മൂല്യന്മാരൊക്കെ വ്യാഖ്യാനിക്കും, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. അങ്ങനെയാണെങ്കിൽ ഒറ്റക്കെട്ടുണ്ടാക്കാനല്ലേ സമസ്ത ഉണ്ടാക്കിയത്? പക്ക ജാഹില്. നിങ്ങൾ ഐക്യസംഘം എല്ലാവരും ഒറ്റക്കെട്ടായി പോകുമ്പോൾ സമസ്തയിൽ ഇവിടെ ഭിന്നിപ്പുണ്ടാക്കിയത്? അങ്ങനത്തെ ഒരു ഐക്യസംഘം വേണ്ട. അപ്പോൾ അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കിയതാര്? സമസ്ത. ആ കുത്തിത്തിരിപ്പ് വാജിബല്ല. കാരണം അങ്ങനെ ഒറ്റക്കെട്ടായ ഇവിടെ ദീനൻ പൊളി. ഇത് ഈ പക്ക ജാഹിലായ മൂല്യർക്ക് തിരിയായിട്ടല്ല. അയാളെ മുണുങ്ങൽ നടക്കണമെങ്കിൽ, അയാളെ സുഖസൗകര്യമാണെങ്കിൽ ഈ MP അനുസരിച്ച് പ്രസംഗിക്കണം, ഈ മോലാളിക്ക് അനുസരിച്ച് പ്രസംഗിക്കണം. ഒരിക്കൽ ദീനൊരു കുന്തോ അല്ല, ഒരിക്കൽ മുണുങ്ങണം. ഓരോ ആനമയിലൊട്ടകം കളിക്കുകയാണ്. ഇതാണ് പറഞ്ഞത്. നിങ്ങൾ പേടിച്ചണ്ട, ഞാൻ പ്രസംഗിച്ചത് നിങ്ങൾ എന്തിനാണ് പേടിക്കണത്? എനിക്ക് പേടിയില്ല, പിന്നെ നിങ്ങൾ എന്തിനാണ് പേടിക്കണത്? എനിക്കൊരു മൂല്യം പേടിയില്ല, ഒരു നേതാവിനും പേടിയില്ല. ഇന്റെ റബ്ബിന്റെ കാര്യം പറയാം, എന്നാ എല്ലാവരും പേടിയുണ്ട്. റബ്ബിന്റെ ആളാണെങ്കിൽ എന്ത് ഓനാരട എന്തായി പറഞ്ഞോക്കെ. അപ്പൊ അതാണ്, ഒരു കാലം വരുമ്പോൾ ശുദ്രൻ എന്ത് ചെയ്യും? വേദോത്ത് വ്യാഖ്യാനം ആര് നടത്തും? ബ്രാഹ്മണൻ. നമ്മളെ നാട്ടിൽ അതെന്നെ നടക്കണ. പേടിക്കണ്ട, എന്നെ പോട്ടും ഇതിൽ വരൂലല്ലോ, എന്തിനാ പറയണേ? ഇതാണ് പറഞ്ഞത്. ശുദ്ര കർമ്മം പ്രവിശ്യന്തി ബ്രാഹ്മണ, പരിഭാഷക, അവന്റെ സേവകനായി ഈ രാഷ്ട്രീയക്കാരും മുതലാളിമാരും സേവകരായിട്ട് നിന്നിട്ട് ഈ വേദത്തിന്റെ വ്യാഖ്യാനം പിന്നീട് ആര് പറയും? ബ്രാഹ്മണന്മാർ പറയും. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അവരെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കും. ഒരു കറക്ക് കമ്പനി എന്ന് എല്ലാവരും അതെ ശ്രോതാക്കളായി അത് അംഗീകരിക്കും. ബ്രാഹ്മണ പരിഭാഷക സ്വതാര, അവരെല്ലാം ഇതിന്റെ ശ്രോതാക്കളായി അത് അംഗീകരിക്കും. ആര്? ബ്രാഹ്മണന്മാര്. മഹാഭാരതത്തിൽ വായിച്ചത്. സോക്കട് ഞമ്മക്ക് മാത്രമല്ല, എല്ലായിടത്തും ഉണ്ടെന്ന് മനസ്സിലാവുന്നത്, നമ്മൾ മാത്രമല്ല. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ സംകര്യന്തഃ പരസ്പരം ശുദ്രതുല്യ. ഇത് വേറൊരു ഭാഗമാണ്. ഇത് ശ്ലോകം 18. നേരത്തെ വായിച്ചത് മഹാഭാരതത്തിൽ 158 63. ഇത് അതന്നെ 18. എന്താ പറഞ്ഞ? ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ സംകര്യന്തഃ പരസ്പരം ശുദ്രതുല്യ ഭവിഷ്യന്തി തപഃ സത്യവിവർജിതാഃ. എല്ലാം കൂടി തപസ്സും സത്യമൊക്കെ എല്ലാവരും കൂടിയിട്ടാണ് കൊല്ലും. എന്നിട്ട് ഇവരെല്ലാവരും ആരെ കൂട്ടത്തിൽ കൂടും? ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ആരെ കൂട്ടത്തിൽ കൂടും? ശുദ്രന്റെ. എന്നിട്ട് എല്ലാവരും കൂടിയിട്ട് എന്തിനെ കൊല്ലും? സത്യത്തിനെ കൊല്ലും. സത്യം കൊന്നാലേ ഇവിടേക്ക് സുഖിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മോലിയരും തങ്ങളും എല്ലാവരും കൂടിയിട്ട് എന്ത് കൊല്ലും? സത്യത്തിനെ കൊല്ലും. സത്യം കൊല്ലും എല്ലാവരും കൂടിയിട്ട്. ഒറ്റക്കെട്ടായ പിന്നെ ഒറ്റക്കെട്ട് ആക്കാൻ പറ്റില്ലല്ലോ. ഒറ്റക്കെട്ടല്ലേ, നമ്മളിപ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കണം എല്ലാവരും പറയണം. അള്ളാഹുവിൻ്റെ ഹബില് കിട്ടിയവൻ്റെ ഹബിലുമ്മൽ പിടിച്ചിട്ട് ഒറ്റക്കെട്ട്, പിന്നെ ഒറ്റക്കെട്ടാണെന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പം ഈ ഇവിടെ ഒരു കയറ് കെട്ടി, ആ കയറുമ്പോൾ ഞാൻ പിടിച്ചു, ആ കയറുമ്പോൾ നമ്മളൊക്കെ പിടിച്ചു. അപ്പം നമ്മൾ ഒറ്റക്കെട്ടാണോ? അല്ല. അപ്പോൾ വേറെ 10 ആളുണ്ട്, ഓലി കയറുമ്പോൾ പിടിക്കൂലാറിന്, ഓല് നമ്മൾ ഒറ്റക്കെട്ടാവും. നമ്മൾ ഒറ്റക്കെട്ടാകണമെങ്കിൽ ഇവര് എവിടെ പിടിക്കണം? ഈ കയറുമ്പോൾ പിടിക്കണേ. അപ്പൊ ഈ ഒരു ഒറ്റക്കെട്ടാക്കലല്ല, എല്ലാവരും എന്ത് പിടിക്കലാണ്? പറയ കുട്ടി, ബലഞ്ഞ് ഒറ്റക്കെട്ടാക്കാൻ വേണ്ടി ഒന്നും കൂടി നീങ്ങിക്കുന്നതാണ് ബേക്കുന്നൊരു മൊല്ലാക്ക വടിയെടുത്ത് തെളിക്കേണ്ട ആവശ്യമില്ല. ഈ കയർമ പിടിക്കണോടുകൂടെ സ്വാഭാവികമായി ഇവരാരാവും? ഒറ്റക്കെട്ടാവും. ഒരാൾ ഒറ്റക്കെട്ടാക്കേണ്ടയില്ല. അപ്പുറത്ത് ഈ കയർമ പിടിക്കൂലാറിന് കുറച്ച് കൂട്ടരുണ്ട്. അഹ്ലുസുന്ന എന്ന പരിശുദ്ധമായ സത്യത്തിന്റെ ആ കയറ്, അതാണ് ഖുർആനിലെ കയറ്. അതിപ്പോ പിടിക്കൂലാറിനെ വേറെ കുറച്ച് കൂട്ടരുണ്ട്. അവര് പിടിക്കാത്ത കാലത്തോളം ബലേറ്റ് നമ്മൾ എന്താവൂല? ഒറ്റക്കെട്ടാവൂലല്ലോ. പിന്നെ ഒരേറ്റ ഒറ്റക്കെട്ടാകണമെങ്കിൽ എന്തൊഴിവാക്കണം? പറയുടെ കുട്ടി എന്തൊഴിവാക്കണം? ഈ ഹബിൽ ഒഴിവാക്കണ്ടേ? കയറൊഴിവാക്കണ്ടേ? അതാണ് ഇപ്പം നീ നമ്മൾ പ്രസംഗിക്കണത്. നീ നമ്മളെ സമ്മേളനങ്ങളൊക്കെ പ്രസംഗിക്കണം, MP-മാർ പ്രസംഗിക്കണം. ഒരിക്കൽ ഹബിൽ ഒഴിവാക്കിയിട്ട് ഒറ്റക്കെട്ട് ഒന്നാക്കല. ഖുർആൻ പറഞ്ഞത് ഒറ്റക്കെട്ട് ആക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടല്ല. ഒറ്റക്കെട്ടാണെന്ന് ഖുർആൻ പറഞ്ഞു. ഖുർആൻ പറഞ്ഞ എന്താ? നിങ്ങളെല്ലാവരും ഒരു കയറിൽ പിടിക്കുക. അപ്പൊ സ്വാഭാവികമായി ഉണ്ടാവുന്നതാണ് എന്ത്? ഒറ്റക്കെട്ടാകൽ. ഖുർആൻ പറഞ്ഞ ഒറ്റക്കെട്ടാകാനല്ല, പിന്നെന്താ? കയറ് പിടിക്കാനാണ്.
നിങ്ങൾ ഒറ്റക്കെട്ടാകലല്ല ഖുർആൻ ലക്ഷ്യം. നിങ്ങൾ എല്ലാവരും കൂടി എന്താവും? കയറുമ്പോ പിടിച്ചാൽ സ്വാഭാവികമായും നിങ്ങൾ എന്താവും? പിന്നെ വരാത്ത ഫർഖ്, പിന്നെ നിങ്ങൾ ഭിന്നിച്ചു പോകരുത്, പിന്നെ ആ കയറ് വിട്ടു പോകരുത്. പിന്നെ ഒന്നായി നിൽക്കണം, ആ കയറുമ്പ് വിടണ്ട. അപ്പൊ നമ്മളെ ഒന്നാക്കിയത് എന്താണ്? ഈ പരിശുദ്ധമായ ഖുർആന്റെ അഹ്ലു സുന്ന എന്ന കയറാണ് നമ്മൾ ഒന്നാക്കിയത്. അതും നമുക്ക് ആർക്കും വേണ്ട, ഒറ്റക്കെട്ടാണ് വേണ്ടത്. പറഞ്ഞ മനസ്സിലായോ? അതന്നെ ഇപ്പൊ പറഞ്ഞതിനൊക്കെ അർത്ഥം. എല്ലാം ഇല്ലാത്ത ശൂദ്രന്മാരെ ആയി പോലും എന്ന് ചുരുക്കത്തിൽ സമയം അവസാനിച്ചു. 1 മിനിറ്റോടെ അവസാനിപ്പിച്ചു തരാം. 1 മിനിറ്റ്. നിങ്ങൾ വരുന്നത് യാൻ നാമധേയം പര്യാമണ ആതുരഹ പടൻ സ്കലൻ വാ വിവശോഗ്രനൻ പൂമാൻ. ഒരാൾക്ക് ദൈവമേ എന്ന് വിളിച്ചാൽ ഞാൻ എൻ്റെ ദുസ്ഥിതിയിൽ നിന്ന് രക്ഷപ്പെടുമെന്ന ധാരണയുണ്ടാവും. എന്നാൽ അവനത് വിളിക്കില്ല. ഭാഗവത് അതായത് അവസാന കാലം എത്തിയാൽ ഒരാൾ ഒരു ദുസ്ഥിതിയിലാക്കപ്പെടും. ഒന്നിരിക്കൽ ഓനൊരു മരണക്കിടക്കയിലിരിക്കും. ദൈവമേന്ന് വിളിച്ചാൽ മതി. പക്ഷെ അപ്പോൾ ആ ദൈവമേന്ന് വിളിച്ചാൽ എനിക്ക് രക്ഷപ്പെടാമെന്ന് ഇവന് അറിയാം. പക്ഷെ അങ്ങനെ അവൻ വിളിക്കൂല. അങ്ങനെ വിളിക്കാനുള്ള സാഹചര്യം അവനുണ്ടാവില്ല. എന്തുകൊണ്ട്? നിരീശ്വരവാദം അധികരിക്കും. അതാണ് പറഞ്ഞത്. അതായത് അപ്പം മക്കൾ ഇൻസൾട്ടാക്കും. ദൈവേ എന്ന് പറഞ്ഞാൽ മക്കൾ ഇൻസൾട്ടാക്കും. അവിടെ ശുശ്രൂഷിക്കുന്ന മക്കൾ ആരായിരിക്കും? നിരീശ്വരവാദി. അപ്പം അച്ഛൻ എന്ത് പറയാൻ കഴിയില്ല? ദൈവം എന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. നമ്മളതും അങ്ങനെ തന്നെ. ഉമ്മ നല്ല സുന്നിയാണ്, എല്ലാം ഓദ്യം പാടി നടന്ന സുന്നിയാണ്. അവസാനം പിന്നെ എന്താ പറയുക, മമ്പർത്ത തങ്ങളെന്ന് പറയാൻ പറ്റൂല, ബദരീങ്ങളെ എന്ന് പറയാൻ പറ്റൂല. ഉമ്മയുടെ കുടുംബം ഉമ്മാൻ്റെ തൊള്ളൻ്റെ ഇവിടെ വരെ എന്തുണ്ട്, ബദരീങ്ങളെന്നുണ്ട്. പക്ഷെ പറയാൻ പറ്റൂല. പറഞ്ഞാൽ അപ്പം ഒലിട്ട് പോവും. നിങ്ങളോട് കുറെ കാലമായി ഞങ്ങളിത് പറയുന്നത്. അതാണ് ലോകാവസാനം. സത്യം. അതിനപ്പുറത്തേക്ക് നിരീശ്വരവാദിയാണെങ്കിൽ ഈ ഉമ്മാൻ്റെ മക്കൾ നിരീശ്വര അള്ളാഹ് അറിയാൻ പറ്റൂല. വഹാബിയാണെങ്കിൽ ബദരീങ്ങളെന്ന് പറയാൻ പറ്റൂല. ഭയങ്കര എന്താ പറയുന്നത്? ഭാഗവതത്തിൽ ഞാൻ വായിച്ച് 12-ാം സ്കന്ധം 3-ാം അധ്യായം 44-ാം ശ്ലോകം. യാൻ നാമധേയം മരിയാമണ ആതുരഹ പടൻ സ്കലൻ വാ വിവശോഗ്രനൻ പൂമാൻ വിമുക്ത കർമ്മയാഗ ഉത്തമാംഗതീം പോപ്നോടി യക്ഷന്തി. അവൻ അറിയ ദൈവമേ എന്ന് പറഞ്ഞാൽ മതി. മരണക്കിടക്കയിലാണ് അവൻ. ശബ്ദം ഇടറുന്നുണ്ട്. അതിന് ഹിന്ദു പണ്ഡിതന്മാർ കൊടുക്കുന്ന വ്യാഖ്യാനം, പരിഭ്രാന്തനായി മരിക്കാൻ പോകുന്ന ഒരു മനുഷ്യൻ കിടക്കയിൽ വീഴുന്നു, അവൻ്റെ ശബ്ദം ഇടറുന്നുണ്ട്, അവൻ എന്താണ് പറയുന്നത് അയാൾക്ക് ബോധമില്ലെങ്കിൽ പരമാത്മാവിൻ്റെ നാമം വിശുദ്ധനാമം ഉച്ചരിച്ചാൽ തൻ്റെ ഫലപ്രദമായ പ്രതികരണത്തിൽ നിന്ന് മോചനം നേടാനും പരമമായ ലക്ഷ്യം കൈവരിക്കാനും കഴിയും. എന്നാലും കലിയുഗത്തിലെ ആളുകൾ പരമാത്മാവിനെ ആരാധിക്കില്ല. ദൈവമേ എന്നവൻ വിളിക്കൂല, പടച്ചോനെയൊന്നും പറയില്ല. കാരണം പറയേണ്ട സാഹചര്യം അവന് ഇല്ലാതെയോ. അതായത് എന്തധികരിക്കും? ഇതൊക്കെ ഇപ്പം ഇന്നല്ലേ ഉള്ളൂ, ഇപ്പോഴല്ലേ ഇതൊക്കെ വന്ന്. ഇതൊക്കെ ഒരു കാലത്ത് എഴുതി വെച്ചതാണ്. അന്ന് നിരീശ്വരവാദം എന്ന സാധനം തന്നെ ദുനിയാവില്ല, അക്കാലത്താണ് എഴുതി വെച്ചിട്ടുള്ളത്. അതായത് ലോകം അവസാനിക്കുമ്പോൾ എന്താണ് അധികരിക്കുക? ലോകത്തെ ഏറ്റവും കൂടുതൽ നിരീശ്വരവാദികളുടെ രാജ്യം 2050 ഇന്ത്യ എന്ന പുതിയ സോഷ്യോളജിസ്റ്റുകളുടെ പ്രവചനം. ലോകത്തെ ഏറ്റവും വലിയ നിരീശ്വരവാദികളെ അത് തന്നെ. അന്യോന്യം പരിമുഷ്ണാന്തോ ഹിംസ യന്തശ്ച മാനവ അപജാനാസ്തികാ സ്തേനാഭവിഷ്യന്തി യുഗാക്ഷയ. യുഗാവസാനത്തിൽ മനുഷ്യർ പരസ്പരം കൊള്ളയടിക്കും, ഉപദ്രവിക്കും. അവർ പ്രാർത്ഥനകൾ പാരായണം ചെയ്യുന്ന അവസാനിപ്പിക്കും. അവർ നിരീശ്വരവാദികളും കള്ളന്മാരുമായിരിക്കും. ഇതിന് ഹിന്ദു പണ്ഡിറ്റുകളെ വ്യാഖ്യാനം പറയാൻ കൊടുത്ത് എന്താ മനസ്സിലായി? അവർ ലോകാവസാനം ആകുമ്പോൾ അവരാരായിരിക്കും? നിരീശ്വരവാദികൾ, കള്ളന്മാരായിരിക്കും. അതായത് മനുഷ്യരെ കൊള്ളയടിക്കലും ലക്ഷ്യമായിരിക്കും. അവർക്ക് ദൈവം എന്ന ചിന്ത അവരുടെ മനസ്സിൽ, ദൈവം അല്ലെങ്കിൽ പിന്നെ ആരും ഭയപ്പെടേണ്ടതില്ലല്ലോ. അവർ കള്ളന്മാരായിരിക്കും, അവർ നിരീശ്വരവാദികളായിരിക്കും. അവരൊരിക്കലും ദൈവത്തിനെ ആരാധിക്കൂല. ലോകാവസാനം ഇന്നിപ്പോൾ അങ്ങനെ തന്നെയല്ലേ? അപ്പോൾ ആ മതത്തിലെ ആളുകൾ വരെ നിരീശ്വരവാദി. ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് എണ്ണപ്പെടുന്ന പല വ്യക്തികളും നിരീശ്വരവാദികളാണ്. എന്നാലും മതത്തിൻ്റെ എല്ലാം അറിയപ്പെടും, പക്ഷെ നിരീശ്വരവാദികളാണ്. യൂറോപ്പിൽ ക്രിസ്തുമതത്തിൻ്റെ മേലെ അറിയപ്പെടും, പക്ഷെ അവരാരാണ്? നിരീശ്വരവാദികളാണ്. ആ അവസ്ഥ ഇനി ഇങ്ങോട്ട് വരും. റിലിജൻ ആൻഡ് കമ്മ്യൂണിറ്റിയിലോടത്തൊക്കെ നമ്മൾ മുസ്ലിം മാപ്പിളന്നൊക്കെ എഴുതും, പക്ഷെ ആളാരായിരിക്കും? നിരീശ്വരവാദി. ഇങ്ങനെ ശരികരിക്കുന്നില്ല. അവസാനിപ്പിക്കാം. അതായത് ഇങ്ങനെയാണ് ഇത് മഹാഭാരതം. സമ്പത്ത് മാത്രമായിരിക്കും മാനദണ്ഡം, സമ്പത്ത് മാത്രമാണ്. ഏവം പ്രജാഭിർ ദുഷ്ടാഭിരാകിർണേ
ക്ഷിതി മണ്ഡലേ ബ്രഹ്മവിത്ത് ക്ഷത്ര ശുദ്രാണാം യോ ബലി ഭവിതാനുപ്രഹ. എന്താ വ്യാഖ്യാനം കൊടുക്കുന്നത്? ഭൂമി അഴിമതിക്കാരായ ജനതയാൽ നിറഞ്ഞു നിൽക്കും. സാമൂഹിക കാര്യങ്ങളിൽ ശക്തനാണെന്ന് തെളിയിക്കുന്ന ഒരാൾക്ക് അധികാരം ലഭിക്കും. അവൻ്റെ ജാതി പരിഗണിക്കൂല. ആരാണോ ശക്തൻ അവനായിരിക്കും ആര്? അധികാരി. ഒരു നാട്ടിലെ നേതാവ് ആരായിരിക്കും? തമ്മാടി. റസൂലുള്ളാഹി കാരണം ഓനായിരിക്കും ശക്തി ഉണ്ടാകുക. ഓൻ തമ്മാടിയാവും, ഓൻ നേതാവാവും. ഓൻ അവിടെ എല്ലാ ആളില്ലാത്ത പരിലും രാത്രി ആയി കയറണോ വിഡ്ഢിയ അമുക്കാണെങ്കിലും ഓൻ അവിടുത്തെ ആരായിരിക്കും? ഒരു വിഷയം തീരണമെങ്കിൽ ഓൻ്റെ അടുത്ത് ചെല്ലേണ്ടി വരും. മനസ്സിലായില്ലേ? എന്തുകൊണ്ട്? ഓൻ ആൾബലം ഉണ്ടാവും, ഒരു ശക്തി ഉണ്ടാവും. അവൻ എത്ര ശൂദ്രനാണെന്നും നോക്കിയല്ല. ലോകാവസാനം സത്യമാണോ അല്ലേ? ഇന്നിപ്പോൾ അങ്ങനെ തന്നെ. ഇന്നിപ്പോൾ നമ്മളൊരു കാര്യം തീരുമാനിക്കുക ഓൻ്റെ കൊടുക്കണം. അരക്കാശിന് പറ്റാത്തവൻ എല്ലാ നാട്ടിലും അങ്ങനെ. അരക്കൈക്ക് പറ്റാത്തവനാണ് എന്ത്? ലോകത്തെ ഏറ്റവും വലിയ തമ്മാടിയാണ് ഇപ്പോൾ ലോക നേതാവ്. ഭൂലോകത്തെ ഏറ്റവും വലിയ തമ്മാടിയാണ് ആരിപ്പോൾ ലോക നേതാവ്? ഈ ഭൂലോകത്തെ ഏറ്റവും വലിയ തമ്മാടി ട്രംപ. അയാളാണ് ഇപ്പം എന്ത്? ലോകത്തിലെ ഏറ്റവും വലിയ നേതാവ്. അങ്ങനെയായി മാറും. ഒസാദൽ ഖബീലത്ത് ഫാസിഖോ. ഒരു ജനത്തിൻ്റെ നേതാവ് ആ ജനത്തിലെ ഏറ്റവും വലിയ തമ്മാടി. തന്നെ ഭാഗവതത്തിനപ്പോൾ ഞാൻ വായിച്ചു. ഭാഗവതത്തിൽ നിന്ന് വായിച്ചു. അതിൻ്റെ 12-ാം സ്കന്ധം 2-ാം അധ്യായം 7-ാം ശ്ലോകം. അനാഠ്യദൈവ സാധുത്വേ അവസാനിപ്പിക്കുകയാണ്. സാധുത്വേ ദമ്പ ഏവതു സ്വീകർ ഏവ ചോദാഹേ സ്നാനമേവ പ്രസാധനം. ഒരു മനുഷ്യന് പണമില്ലെങ്കിൽ ആ മനുഷ്യനെ അശുദ്ധനായി കണക്കാക്കും. പിന്നെ കയറ്റിയ സ്ഥലങ്ങൾ കയറാൻ പറ്റില്ല. പണ്ടോ കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനോനൊരു ചെറിയ പുളി പറ്റി. പിന്നെ ഓനെ അടുത്ത ഇതിൽ കൂട്ടുമ്പോൾ എന്ത് കിടക്കൂല. മനസ്സിലായില്ല? പിന്നെ ആ കമ്മിറ്റി കിടക്കൂല. കാരണം ഓപ്പ എന്ത് നിൽക്കാണ്? പൊളിഞ്ഞു. പണ്ടും നല്ല പൈസക്കാരനാണ്. അന്ന് ഓനെ കമ്മിറ്റിൻ്റെ വൈസ് പ്രസിഡൻറ്റോ ഒക്കെ ആയിട്ട് എല്ലാം ഓനോട് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. കാരണം ഓനാണ് കാര്യമായി എന്ത് ചെയ്യുക? എല്ലാ മജ്‌ലിസിനൂറും പോത്തർക്കലും ഒക്കെ ഓൻ്റെതാണ്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഓൻ എന്തായി? ഗൾഫിൽ ഓൻ്റെ പേടിയ അറബി പിടിച്ചു, പൈസ ഇല്ലാതെയായി, പൊട്ടി, ഏതോ പൈസ ആരോ കള്ളന്മാരും ഉണ്ടായി. അങ്ങനെയൊക്കെ കുടുങ്ങി നിൽക്കുമ്പോൾ ഓനെ പിറ്റേത്തെ കൊല്ലം അവിടെ കമ്മിറ്റി കൂടുമ്പോൾ ഇവൻ്റെ പേര് പറയാൻ അവിടെ ആളുണ്ടാവില്ല. ഒരു മനുഷ്യൻ്റെ മഹത്വത്തിൻ്റെ മാനദണ്ഡമായി അവൻ്റെ പണത്തെ കണക്കാക്കും ലോകാവസാനം വരുമ്പോൾ. അത്രയേ ഉള്ളൂ എന്ന് ഒരു മനുഷ്യന്. അതേപോലെ തന്നെയാണ്. അതേപോലെ തന്നെ ദുംബ 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 ഇവിടെ പറയുന്നത് ദുംബ ഏവതു ഏവതു സ്വീകാരി ഏവ. എവിടെയും കാപട്യം സ്വീകരിക്കപ്പെടും. കാപട്യം ഓൻ ഇവിടെ എന്ന് പറയാം, അവിടെ എന്ന് പറയുകയാണെങ്കിലും ഓനെ നമ്മളാണ് അംഗീകരിക്കും. അങ്ങനെ തന്നെയല്ല. ഇപ്പോൾ ഒരു നേതാവ് നമ്മളെ വലിയൊരു പണ്ഡിതം എന്ന് പറഞ്ഞാൽ മരിച്ചാൽ ഒരു നേതാവ് എന്നാൽ എന്താ പറയുക? നികത്താനാവാത്ത വിടവ്. ഇതിന് പറയാൻ എനിക്ക് വാക്കുകളില്ല. അതേ സമയത്ത് ഓൻ അപ്പുറത്ത് വ്യാപാരി സംഘടനയിലെ ഒരാൾ മരിച്ചപ്പോൾ ഇതേ വാക്ക് പറയുന്നുണ്ടാവും. അപ്പുറത്തെ ലോകത്തെ ഏറ്റവും വലിയ കള്ളം മരിച്ചപ്പോഴും ഇതേ വർത്താനം പറയണം. എനിക്ക് പറയാൻ വാക്കുകളില്ല. അപ്പൊ ഇവൻ ആരാണ്? കപടൻ. മനസ്സിലായില്ലേ? ഇവൻ ഭൂലോക കള്ളൻ. മനസ്സിലായില്ലേ? ഭൂലോക കള്ളനാണ്. അങ്ങനെ ഓനാണ് സ്വീകരിക്കും. ഓൻ വരണം ഉദ്ഘാടനം തുടങ്ങാൻ. ഓൻ ഇവിടെ അനുശോചനം തുടങ്ങണമെങ്കിൽ ഓൻ വരണം. ഇപ്പം നമ്മളെ പള്ളി പ്രസിഡന്റ് മരിച്ചു. അപ്പോൾ അനുശോചനം തുടങ്ങണമെങ്കിൽ ഓൻ വരണം, നേതാവ് വരണം. ഓനെന്താ പറയാ? നികത്താനാവാത്തവിടെ ഞാൻ ഞെട്ടിപ്പോയി. ഓൻ അതേ സമയത്ത് അപ്പുറത്തും അത് പറഞ്ഞു വരികയാണ്, ഞാൻ ഞെട്ടിപ്പോയി. അപ്പൊ ഇവൻ ആരാ? പച്ചക്കള്ളൻ, കപടൻ. അത് ജനങ്ങൾ കാത്തിരിക്കും, ഓനെ സ്വീകരിക്കപ്പെടും. ഒരു മനുഷ്യൻ പോലും പറയില്ല എന്ത് തന്നെയല്ലേ അവിടെ പറഞ്ഞ്. അങ്ങനെ ആരും പറയില്ല. ഇതിപ്പോ ഇവിടുന്ന് ഇത് ഭാഗവതം 12-ാം സ്കന്ധം 2-ാം അധ്യായം 5-ാം ശ്ലോകം. എന്ന് ഒരിക്കുന്നുണ്ടാവില്ല. പോലെയായിരിക്കും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അതന്നെ ഒരു മനുഷ്യന് അതന്നെ. വാക്കാലുള്ള വാക്ക്, ഉടമ്പടിയുള്ള മാത്രമേ. കുളിച്ചാൽ മാത്രം പൊതുസ്ഥലത്ത്. അങ്ങനെ ഇതിന് അവസാനം പറയുന്നുണ്ട് എന്ത്? സ്നാനമേവ പ്രസാദനം. ഒന്ന് കുളിച്ചാൽ താൻ എന്തിനും യോഗ്യനാണെന്ന് ഓരോ നേതാക്കളും മനസ്സിലാക്കും. മനസ്സിലായില്ല? അതായത് ഒരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ടി ഓൻ എന്ത് ചെയ്യും? ഓൻ തനി തോന്നിയാസിയാണ്, തനി കപട കള്ളനാണ്. എന്നാലും ഓൻ ഇടക്കിടക്ക് കുളിച്ചൊന്ന് കുപ്പായം മാറ്റും. ഒരു ദിവസം 10 വട്ടം കുപ്പായം മാറ്റുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്. ഏത് തോന്നിയാസം കാട്ടിയാലും ഓൻ അവിടെ എന്താ പറയാ, അവിടുത്തെ പ്രധാനപ്പെട്ട ഒന്ന് കുപ്പായം മാറ്റുന്ന സ്ഥലത്ത് കയറി ഒന്ന് കുളിച്ച് കുപ്പായം. ഒരു പൊതുസ്ഥലത്ത് ഒരു സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടാൻ ഒരു കുളി മാത്രം മതിയെന്ന്
അതാണ് സ്നാനമേവ പ്രസാദനം. ഒരു സമൂഹത്തിൻ്റെ നടുവിലേക്ക് ചെല്ലാൻ ഒരാൾ അവലംബിക്കുക എന്തുമാത്രം ഒരു കുളി. ഒരു കുളിക്കലിലൂടെ കൂടെ ആ സ്റ്റേജിൽ കയറിയിരിക്കാൻ ഞാൻ യോഗ്യനാണെന്ന് അവൻ കണക്കാക്കും. അതായത് ഒരു സത്യോ ധർമ്മോ ഒന്നും ഇവന് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇടക്കിടക്ക് കുളിച്ച് കുപ്പായം മാറ്റി വരും. ബാക്കിയുള്ള മൂല്യന്മാരും മറ്റുള്ളൊക്കെ ഓനെ കാത്തുത്തിരിക്കും ചെയ്യും. മൂല്യരും ഇങ്ങനെ കുളിച്ചു വരെ തന്നെയായിരിക്കും. ഒക്കെ കുളിയാണ്, കുളിയോട് കുളി. അതാണ് പറഞ്ഞത്. അവസാനിപ്പിക്കാം. തന്നെ ഒരു വാക്യത്തിൽ ഞാൻ കണ്ടു അവസാനിപ്പിക്കാൻ. ഓടിനടിയിൽ ശ്രദ്ധിക്കാതെ പോയതാണ്. ഒരു ലിംഗമേവാശ്രമ ഖ്യാതാനവന്യോനാപത്തി കാരണം അവൃതാന്യായ ദൗർബല്യം പണ്ഡിത്യേ ചാപല്യം വച. അതായത് ഒരു വ്യക്തിയുടെ ചിഹ്നങ്ങൾക്കനുസരിച്ച് മാത്രമാണ് അയാളെ നിർണയിക്കപ്പെടുക. ആത്മീയത അവനുണ്ടായിക്കൊള്ളുന്നില്ല. ഒരു ചിഹ്നം ഉണ്ടാവും. പണ്ട് ആ ചിഹ്നമുള്ളവർക്ക് ആത്മീയത ഉണ്ടാവും, ഇപ്പം ആ ചിഹ്നമുള്ളവർക്ക് ആത്മീയത ഉണ്ടാവില്ല. അപ്പം ആ ചിഹ്നത്തിന്മേൽ അവലംബിക്കും. ഇപ്പം തലയിൽ കെട്ടുമ്പോൾ മൂല്യരെ കണക്കാക്കും, തൊപ്പിമ തങ്ങളെ കണക്കാക്കും. ഈ തലയിൽ കെട്ടും തൊപ്പിട്ടവർക്ക് പണ്ട് എന്തുണ്ടായിരുന്നു? ചില വ്രതങ്ങളും അനുഷ്ഠാനങ്ങളും സത്യവും ധർമ്മവും നീതിയൊക്കെ. ഇപ്പം ഈ ചിഹ്നം കൊണ്ട് വരുന്നവരെ അംഗീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാവും. ഇവർക്ക് എന്തില്ലേനും ഈ ആത്മീയതല്ല. ഇതിൻ്റെയൊക്കെ അപ്പുറം പറയാണ്ട് ലോകാവസാനം വരുമ്പോൾ ചിഹ്നങ്ങളിലാണ് ആളുകൾ. അതായത് തലയിൽ കെട്ടി വന്നവനെ മാനാക്കും. പണ്ട് തലയിൽ കെട്ടി, പക്ഷെ അവർക്ക് എന്തുണ്ടായിരുന്നു? ഈ ചിഹ്നം മാത്രമല്ല അവർക്കുള്ളത്. അവർക്ക് സത്യം, ധർമ്മം, നീതി, കരുണ, സ്നേഹം, ദയ, പരസ്പര ബഹുമാനം, ഇതെല്ലാം ഉണ്ടായിരുന്നു അവർക്ക്. ഇപ്പൊ ഇവർക്ക് എന്തേ ഉള്ളൂ? ഈ ചിഹ്നം, ഈ തൊപ്പി, ഈ തലയിൽ കെട്ടുമ്പോൾ ഒരു കൊല്ലിമോ ഒക്കെ ഉണ്ട്. ഭൂലോക കള്ളനാണ് ഈ മൂല്യര്. പക്ഷെ അത് ഞാനൊന്നും കണക്കാക്കൂല. മനസ്സിലാണ്ട് പറഞ്ഞ ഭൂലോക കള്ളനായിരിക്കും ഈ മൂല്യര്. ജനങ്ങൾ ശ്രദ്ധിക്കൂല. ഒന്ന് തൊപ്പി, ഞാൻ അതേപോലത്തെ തൊപ്പി. ഇപ്പോൾ ഒരു തങ്ങന്മാരൊക്കെ ഇടുന്ന തൊപ്പില്ലേ, അപ്പൊ ആ തൊപ്പി പഴയ കാലത്ത് ആ തൊപ്പിട്ടവർക്കൊക്കെ എന്തുണ്ടായിരുന്നു? സത്യം, ധർമ്മം, നീതി ഒക്കെ ഉണ്ടായിരുന്നു. ഔറാദുകള്, ഗുരുപരമ്പരകളുടെ ബഹുമാനം, ബന്ധം ഒക്കെ കൃത്യമായി അവർ സൂക്ഷിച്ച് പോരുമ്പോൾ അവർക്കൊരു വിലയുണ്ടായിരുന്നു സമൂഹത്തിനിടയിൽ. പിൽക്കാലത്ത് ആ ഒരു ചിഹ്നം, ആ ചിഹ്നം കൊണ്ട് ജനങ്ങളെ വഞ്ചിക്കും. അതേസമയത്ത് ഇവർക്ക് ധർമ്മം ഉണ്ടാവില്ല. ധർമ്മം ഉണ്ടെങ്കിൽ ഈ കൊണ്ടിടക്കുന്നവർ കൊണ്ടിടക്കൂല. തിരിഞ്ഞിട്ടില്ല. ഇന്ന് വരെ കൊണ്ടിടക്കുന്നവർ ഈ ധർമ്മം ഇവർ പാലിച്ചാൽ അവരെ കൊണ്ടിടക്കൂല. അപ്പൊ ഇവർക്ക് എന്തുണ്ടാവില്ല. അതേ സമയത്ത് ഇപ്പോഴും ആ ധർമ്മമുള്ള അപ്പുറത്ത് വേറെ തങ്ങളുണ്ടാവും, ആ തങ്ങളോട് കൊണ്ടിടക്കൂല. തിരിഞ്ഞിട്ടില്ല. മനസ്സിലായില്ല? അതെ, ഈ ധർമ്മവും സത്യവും ഔറാദും നീതിയും ഒക്കെയുള്ള കണ്ടീനെ മുഴുവനും, കണ്ട സ്റ്റേജുമ്പോൾ മുഴുവനും കയറാത്ത, പടച്ചോനെ പേടിക്കണ യഥാർത്ഥ സുന്നിയായ 1-ാം നമ്പറായ ഒരു സയ്യിദും ആലിമോ നേരെ അപ്പുറത്തെ പെരിയിലുണ്ടാവും. അയാളെ കൊണ്ടുപോകില്ല. എന്തുകൊണ്ട് കൊണ്ടുപോകില്ല? അയാളെ കൊണ്ടായ വിളിക്ക് കച്ചവടം നടക്കൂല. അയാൾക്ക് തൊപ്പി മാത്രമല്ല, അയാൾക്ക് എന്തുണ്ട്? എവിടുന്നടങ്ങളൊക്കെ വരുന്നത്? അയാൾക്ക് എന്തുണ്ട്? അയാൾക്ക് ദീനുണ്ട്, ആത്മീയത ഉണ്ട്, യഥാർത്ഥ ആത്മീയത. പടച്ചോനെ പറ്റി പള്ളർച്ചുണ്ട്. പക്ഷെ ആളെ കൊണ്ടുപോകില്ല. കൊണ്ടുപോയ പോലെ കച്ചവടം നടക്കൂല. മൂല്യം അങ്ങനെ തന്നെയാണ്. ചിഹ്നങ്ങളിൽ മാത്രം മനുഷ്യനെ കേന്ദ്രീകരിക്കും. ഇവന്റെ തലയെക്കെട്ടുമ്പോൾ കേന്ദ്രീകരിക്കും, തൊപ്പിമ കേന്ദ്രീകരിക്കും. അതേ സമയത്ത് ഈ ചിഹ്നങ്ങളിൽ ആത്മീയതയുള്ളവരുണ്ടാവും. പക്ഷെ ഓല നാട്ടും എൻ്റെ ഭർത്താൻ പറഞ്ഞ് ഇങ്ങോട്ട് വരേണ്ട അറിയും. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇതന്നെ ഇത് ലോകാവസാനം തന്നെ. അത് അവരെ നാട്ടിൽ, അവരെ സമൂഹത്തിൽ അങ്ങനെ തന്നെ. ഒരു വാക്യത്തിൽ ഞാൻ കണ്ടു, ബ്രാഹ്മണനെ നൂലുകൊണ്ട് കണക്കാക്കപ്പെടുന്നു. അതായത് ഈ നൂല് അവരുടെ വിശുദ്ധതയുടെ ലക്ഷണമാണ് ഒരു കാലത്ത്. ഇപ്പൊ ഏത് കള്ളനും എന്തിടും? നൂലുണ്ടോ അവനെ ബ്രാഹ്മണനെ കണക്കാക്കും, തൊപ്പിണ്ടോ തങ്ങളായി കണക്കാക്കും, തലക്കെട്ടുണ്ടോ മൂല്യനായി കണക്കാക്കും. അത് എത്ര തലക്കെട്ട് വലിയതാ കൂട്ടിയോ അത്രയും ബഹുമാനിക്കും. അതുകൊണ്ട് ഇപ്പൊ ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ.